നിലമ്പൂര് ഇവിടെ മലബാർ ബൈബിൾ ഫെലോഷിപ്പിന്റെ ഈ ഒരു കൺവെൻഷനിൽ നിങ്ങളോടൊപ്പം ആയിരിക്കാൻ സാധിക്കുന്നതിൽ ഒത്തിരി സന്തോഷം. നമുക്ക് ദൈവത്തിന്റെ വചനത്തിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഒരു വാക്ക് കണ്ണടച്ച് പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ പിതാവേ, യേശുവേ, അവിടുത്തെ തിരുസാന്നിധ്യം ഞങ്ങളുടെ മധ്യത്തിലുണ്ട്. നന്ദി കർത്താവേ, നന്ദി. അവിടുത്തെ മുമ്പാകെ ഞങ്ങളെ തന്നെ സമ്പൂർണ്ണമായിട്ട് താഴ്ത്തുന്നു. ഒരു പൂജ്യമായിട്ട്, ഒരു സീറോ ആയിട്ട് ഞങ്ങളെ തന്നെ താഴ്ത്തുന്നു. അവിടുത്തെ പ്രഭാതത്തില് ഞങ്ങള് വീണ്ടും വണങ്ങട്ടെ. യോഹന്നാൻ അപ്പോസ്തലൻ പത്മോസ് ദ്വീപില് അവിടുത്തെ ആ മഹത്വം കണ്ടപ്പോ കർത്താവേ, മരിച്ചവനെ പോലെ അവിടുത്തെ മുമ്പാകെ വീണുവല്ലോ. അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനായ അവിടുത്തെ മുമ്പാകെ നിൽപ്പാൻ ഞങ്ങൾക്ക് എന്ത് യോഗ്യതയുണ്ട്. കർത്താവേ, അവിടുത്തെ രക്തത്താൽ ഞങ്ങൾ ഓരോരുത്തരെയും കഴുകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു ശുദ്ധ മനസ്സാക്ഷിയോടെ അവിടുത്തെ മുമ്പാകെ ആയിരിക്കാൻ ഞങ്ങളെ സഹായിച്ചാട്ടെ. അവിടുത്തെ ആത്മാവിനാലും ഞങ്ങളെ അളവില്ലാതെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ പകൽക്കാലം അങ്ങനെ ഞങ്ങളോട് സംസാരിക്കണം. യേശുവേ, അവിടുന്ന് അക്ഷരികമായിട്ട് കർത്താവെ, അവിടുന്ന് പുനരുത്ഥാന ശരീരത്തിൽ ഇന്ന് ഞങ്ങളുടെ മധ്യത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ കർത്താവെ, അവിടുന്ന് ഞങ്ങളോട് എങ്ങനെ സംസാരിക്കുമായിരുന്നു? അങ്ങ് ഞങ്ങളോട് എന്ത് സംസാരിക്കുമായിരുന്നു? അത് തന്നെ കേൾപ്പാൻ ഞങ്ങളെ സഹായിക്കണം. കർത്താവ്, ഞങ്ങളുടെ ആത്മാവിന്റെ, ഞങ്ങളുടെ ആയിടേന്റെ നല്ല സ്വരത്തെ കേൾപ്പാൻ, കർത്താവെ, ആ ഇമ്പസ്വരം കേൾപ്പാൻ, മുമ്പിൽ നടന്ന് ഞങ്ങളെ വഴി നടത്തുന്ന അവിടുത്തെ അൻപുള്ള സ്വരം കേൾപ്പാൻ ഞങ്ങളെ സഹായിക്കണം. അതെ കർത്താവെ, ഞങ്ങളെ പച്ചപ്പുൽപ്പുറങ്ങളിലേക്ക് മേയിക്കണം. അവിടത്തേക്ക് ഞങ്ങളോട് ഹൃദ്യമായിട്ട് ഞങ്ങളുടെ ഹൃദയത്തെ സ്പർശിച്ചുകൊണ്ട് ഞങ്ങളോട് വ്യക്തിപരമായിട്ട്, കുടുംബത്തോട്, ഞങ്ങളുടെ സഭകളോടെല്ലാം കർത്താവെ അവിടത്തേക്ക് അരുളി ചെയ്യാനുണ്ടല്ലോ. അവിടെ ഞങ്ങളോട് സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആബേദിനയിലും അറിയത്തെ പോലെ നല്ല അംശം തിരഞ്ഞെടുപ്പാൻ, അങ്ങനെ തന്നെ ശ്രദ്ധിച്ചിരിപ്പാൻ ഞങ്ങളെ സഹായിക്കണേ കർത്താവെ. ആ ശമൂവേൽ ബാലകൻ പ്രാർത്ഥിച്ചതുപോലെ ഇതാ ഞാൻ കേൾക്കുന്നു, അടിയനിതാ കർത്താവെ അരുളി ചെയ്യണമേ, ഇതാ ഞാൻ കേൾക്കുന്നു എന്ന് പറയുന്ന ആ ഒരു സ്വരം, ആ ഒരു സമർപ്പണം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെ തന്നെ അവിടുത്തെ വചനത്തിനായിട്ട്, അവിടുത്തെ ഹിതത്തിനായിട്ട് താഴ്ത്തി ഏൽപ്പിക്കുന്നു. ഞങ്ങൾ കുറയണം, അവിടുന്ന് വളരണം. എല്ലാം യേശു കർത്താവിന്റെ വിലയേറിയ മധുരമുള്ള നാട്ടിൽ തന്നെ. ആമേൻ, ആമേൻ. ഞാന് പ്രാരംഭമായിട്ട് നിങ്ങൾക്ക് ഒരുപക്ഷെ എല്ലാവർക്കും പരിചിതമായിട്ടുള്ള ഒരു വാക്യമായിരിക്കും. 2 കൊരിന്ത്യർ 11 അധ്യായത്തിലെ ഒരു വാക്യം നമ്മളുടെ ക്രിസ്തീയ ജീവിതത്തെ കുറിച്ച് വളരെ ലളിതമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും, നിങ്ങള് പലവിധമായിട്ടുള്ള പല വിധമായിട്ടുള്ള പശ്ചാത്തലത്തിൽ നിന്നൊക്കെ വന്നിട്ടുള്ളവര്, ക്രിസ്തീയമല്ലാത്ത പശ്ചാത്തലത്തിൽ നിന്ന് വന്നിട്ടുള്ളവരും, അതുപോലെ തന്നെ ഒരുപാട് വചനം കേട്ടിട്ടുള്ളവരും, വർഷങ്ങളായിട്ട് വിശ്വാസ സമൂഹത്തിലുള്ളവരും, പുതുതായിട്ട് വന്നിട്ടുള്ളവരും ഒക്കെ ഉണ്ടെന്നുള്ള കാര്യം എനിക്കറിയാം. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റവും ലളിതമായിട്ട് മനസ്സിലാവാൻ പറ്റുന്ന ഒരു വിധത്തില്, സിമ്പിളായിട്ട് നമ്മൾ സാധാരണ സംസാരിക്കുന്ന പോലെ കുറച്ച് കാര്യങ്ങള് ഒരു സ്നേഹ സംഭാഷണമായിട്ട്, അത് പ്രാരംഭമായിട്ട് പറഞ്ഞതുപോലെ ഇത് വലിയ വലിയ വാക്കുകളൊക്കെ വെച്ചുള്ള ഒരു വലിയ പ്രസംഗമല്ല, മറിച്ച് ഞാൻ എപ്പോഴും ഞാൻ വചനം സാധാരണ പോലെ അങ്ങ് സംസാരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതൊരു പ്രസംഗിക്കുക എന്നുള്ളൊരു പ്രീച്ചിങ്, ആ ഒരു ഇതിനെക്കാട്ടിലും കർത്താവ് ശിഷ്യന്മാരോട് ഒത്തിരുന്ന് കർത്താവ് വളരെ ഒരു സ്നേഹ സംഭാഷണം നടത്തുന്നത് പോലെ നമുക്ക് അങ്ങനെ കർത്താവിനെ നമ്മൾ കേൾക്കണം. യേശു കർത്താവ് നമ്മളോട് വ്യക്തിപരമായിട്ട് ഇന്ന് എന്താ പറയാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ കേൾക്കുകയും നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു വ്യത്യാസം ഉണ്ടാവുകയും ചെയ്യണം. നമുക്ക് കുറച്ച് കൂടുതൽ അറിവ് നേടുക എന്നുള്ളതല്ല, അറിവ് നല്ലത് തന്നെ, ഈ വചനത്തിന്റെ അറിവ്, നമ്മുടെ വചനം അറിയണം. എന്നാൽ അത് ആത്യന്തികമായിട്ട് യേശുവിലേക്ക് നമ്മളെ നയിച്ച് കർത്താവിനോടുള്ള ഒരു ആഴത്തിലുള്ള ഒരു സ്നേഹബന്ധം, വ്യക്തിപരമായ ഒരു തീക്ഷ്ണമായ ഒരു സ്നേഹബന്ധത്തിലേക്ക് നമ്മൾ ആഴപ്പെടാൻ ഇടയാകണം. അപ്പോൾ നമ്മളുടെ ജീവിതങ്ങൾ മാറി മറിയും, നമ്മുടെ കുടുംബജീവിതം മാറി മറിയും, നമ്മുടെ വ്യക്തിപരമായ ജീവിതം, നമ്മുടെ തൊഴിൽ ജീവിതം, നമ്മുടെ സഭാ ജീവിതം, നമ്മുടെ സാമൂഹിക ജീവിതം എല്ലാം മാറ്റും കർത്താവായിരുന്നു ഏറ്റവും വലിയ വിപ്ലവകാരി എന്നൊക്കെ നമ്മള് കേട്ടിട്ടുണ്ടായിരുന്നു അല്ലേ. യേശു കർത്താവാണ് ഏറ്റവും വലിയ. ഈ കഴിഞ്ഞ ദിവസം ആരോട് ഞാൻ സംസാരിക്കുമ്പോൾ ഇങ്ങനെ ഒരു ഗ്രേറ്റസ്റ്റ് റെവല്യൂഷനിസ്റ്റ്, എല്ലാ പാരമ്പര്യങ്ങളെയും, എല്ലാ പാപത്തിനെതിരെ, പാരമ്പര്യത്തിനെതിരെയൊക്കെ കാർക്കശ്യമായിട്ടുള്ള നിലപാടൊക്കെ എടുത്ത്, അതുപോലെ ആ ലോകത്തെ തന്നെ കീഴ്മേൽ മറിച്ച ആ നസ്രത്തിലെ തച്ചനായ കർത്താവ്, ആ കർത്താവ് ഇന്ന് നമ്മളുടെ മധ്യത്തിലുണ്ട്. ഇവിടെ 2 കൊരിന്ത്യർ 11 അധ്യായത്തില് ക്രിസ്തീയ ജീവിതത്തെ വളരെ ലളിതമായിട്ട് ഒരു സ്നേഹബന്ധത്തോട്, ഒരു പ്രണയബന്ധത്തോട്, ഒരു വിവാഹ ബന്ധത്തോട് ഉപമിച്ചിരിക്കുന്ന ഒരു വാക്യം നിങ്ങൾക്ക് പലർക്കും സുപരിചിതമായിരിക്കും. നിങ്ങളുടെ എല്ലാവരുടെ കയ്യിൽ ബൈബിൾ ഉണ്ടെന്നാണ് എന്റെ വിശ്വാസം. 2 കൊരിന്ത്യർ 11 അധ്യായത്തിന്റെ 2-3 വാക്യങ്ങൾ അവിടെ പൗലോസ് അപ്പോസ്തലന് കൊരിന്തിലുള്ള വിശ്വാസികൾക്ക്, തന്റെ ആത്മീയ മക്കൾക്ക് എഴുതുക. അപ്പൊ അവിടെ ഒരു അപ്പൻ തന്റെ മകളെ
വിവാഹ നിശ്ചയം ചെയ്ത് കൊടുക്കുന്ന ഒരു പുരുഷൻ വിവാഹ നിശ്ചയം ചെയ്ത് കൊടുക്കുന്ന ഒരു ഉപമയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആത്മീയ പിതാവായിട്ട് പൗലോസ് അപ്പോസ്തലന് ഒരു വിശ്വാസികളെ കുറിച്ച് അങ്ങനെ പറയും. അപ്പൊ നമ്മളെ കുറിച്ചും ദൈവത്തിന്റെ ആഗ്രഹം അങ്ങനെ ഒരു കർത്താവിനോടുള്ള ഒരു വിവാഹ ബന്ധം, മണവാളൻ മണവാട്ടി അങ്ങനെ ഒരു ബന്ധം, അതാ ക്രിസ്തീയ ജീവിതത്തിന്റെ ഒരു സൗകര്യം. അതാ ഞാനൊരു ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്ന് കടന്നു വന്നിട്ടുള്ള ആളാണെന്ന് ഒരു പക്ഷേ നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കും. എന്റെ ടെസ്റ്റ് മണിയൊക്കെ ഡോക്ടർ സന്ദീപ് കരുനാഗപ്പള്ളി ടെസ്റ്റ് മണി യൂട്യൂബിൽ അടിച്ചു കൊടുത്ത കുറച്ച് ടെസ്റ്റ് മണി പലയിടത്തൊക്കെ പറഞ്ഞിട്ടുള്ളതൊക്കെ കാണും. അപ്പൊ ഞാൻ അതിലേക്കൊന്നും ഡീറ്റെയിൽ ആയിട്ടൊന്നും പോകുന്നില്ല. അപ്പൊ എന്നാ ഇവിടെ ഞാനും അതുപോലെ തന്നെ എന്റെ വൈഫ് ശ്രീകലയും ഞാന് ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്തായിരുന്നു വിശ്വാസത്തിലേക്ക് വന്നത്. 2000 1999 ഡിസംബറിലായിരുന്നു ഞാൻ സെക്കൻഡറി ഡിഗ്രി അവസാനിക്കാറാവുന്ന സമയത്ത് തിരുവനന്തപുരത്ത് വെച്ച് ആയിരുന്നു വിശ്വാസത്തിലേക്ക് വരുന്നത്. ശ്രീകല എന്റെ വൈഫ് പുഷ്പഗിരിയിലെ ബിബിഎസിന് പഠിക്കുന്ന സമയത്ത് 2005-2006 സമയത്ത് ശ്രീകലയിൽ ഒരു ഹിന്ദു കുടുംബത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്ന ഒരാളാണ്. അപ്പം ശ്രീകലയുടെ ടെസ്റ്റിമണിയിൽ ശ്രീകല പറയുന്ന ഒരു കാര്യമുണ്ട്. ഇവൻ എന്റെ ജീവിതത്തിലും അന്ന് അറിയായ്മയുടെ കാലത്ത് വിഗ്രഹങ്ങളെയൊക്കെ വണങ്ങുന്ന സമയത്തും അതിനെല്ലാം മേലായിട്ടുള്ള ഒരു ദൈവമായിട്ടുള്ള ഒരു കണക്ഷന് വേണ്ടിയുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ആ ദൈവത്തോടുള്ള ഒരു കണക്ഷൻ, ദൈവത്തോടുള്ള ഒരു വ്യക്തിപരമായ ഒരു ബന്ധം. എന്നാൽ അന്നുള്ള ആ ഒരു വിഗ്രഹാരാധനയും അതുപോലുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ വിചാരിച്ചെന്ന് വെച്ചാൽ അതിലൂടെ തന്നെ ദൈവമായിട്ട് കണക്റ്റഡ് ആവുന്നു എന്നുള്ള ഒരു ബോധ്യമായിരുന്നു അന്നുണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് യേശു കർത്താവ് തേടി വന്ന് കണ്ടെത്തിയപ്പോഴാണ് ഇതാണ് യഥാർത്ഥത്തിലുള്ള ഒരു സ്വാതന്ത്ര്യം, ഇതാണ് യഥാർത്ഥത്തിലുള്ള ഒരു സന്തോഷം എന്നുള്ള കാര്യമൊക്കെ മനസ്സിലാക്കാൻ ഇടയായത്. സ്ത്രീകളുടെ ടെസ്റ്റിമണിയിലും സ്ത്രീകളെയും പറയാറുണ്ട്. അതായത് കൊച്ചുനാളിലെ ഇങ്ങനെ ഒരുപാട് ദൈവങ്ങളോടൊക്കെ പ്രാർത്ഥിക്കും. നമ്മൾ അങ്ങോട്ട് പറയുന്നുണ്ട്, ഇങ്ങോട്ടൊന്നും കേൾക്കുന്നില്ല. ഇപ്പൊ നമ്മൾ ഒരാളെ ഫോൺ വിളിക്കുന്നിരിക്കട്ടെ, അങ്ങോട്ട് കുറെ ഹലോ വിളിച്ച് നമ്മൾ ഒത്തിരി പറയുന്നുണ്ട്, ഇപ്പുറത്തോട്ട് ഒന്നും കേൾക്കുന്നില്ലെങ്കിൽ ആളെന്തോ കേൾക്കുന്നുണ്ടോ ഇല്ലയൊന്നും നമുക്ക് അറിയത്തില്ല എന്ന് പറയുന്നത് പോലെ ഒരു അവസ്ഥയായിരുന്നു. ഇന്ന് പലപ്പോഴും പാരമ്പര്യ ക്രിസ്തീയതയിലൊക്കെ ജനിച്ചു വളർന്ന ആൾക്കാർക്കും ആ ഒരു തലത്തിലേക്ക് അപകടത്തിലേക്കൊക്കെ ഇവൻ നമ്മൾ വിശ്വാസത്തിൽ തന്നെ രക്ഷിക്കപ്പെട്ട വിശ്വാസത്തിൽ വന്നതിന് ശേഷവും അനേക വർഷങ്ങൾക്ക് ശേഷവും നമ്മൾ ദൈവത്തോട് പല കാര്യങ്ങളൊക്കെ എന്തൊക്കെയോ പറയുന്നുണ്ട്. എന്നാൽ ദൈവത്തെ കേൾക്കുന്ന യേശുവിന്റെ ശബ്ദം കേട്ട് കർത്താവിനെ അനുഗമിച്ച് അങ്ങനെ കർത്താവിനോടുള്ള ഒരു വ്യക്തിപരമായ ഒരു ബന്ധത്തിലേക്ക് വരുന്ന, അങ്ങനെ ഒരു സജീവമായ ബന്ധം നിലനിർത്തി അങ്ങനെ ഒരു തീക്ഷ്ണമായ ഒരു സ്നേഹത്തോടെ ഉള്ള ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുന്നവരും വളരെ ചുരുക്കമാണെന്ന് പറയാം. അത് നമ്മൾ പലരോടും കാര്യങ്ങൾ കൂടുതലൊക്കെ ചോദിച്ചു വരുമ്പോൾ ചടങ്ങിന് പ്രാർത്ഥിക്കുന്നുണ്ട്, ചടങ്ങിന് ഇങ്ങനെ ബൈബിള് വായിക്കുന്നുണ്ട്, ഒരു ചടങ്ങ് പോലെ ഫാമിലി പ്രയറോ അല്ലെങ്കിൽ ഇങ്ങനെ ഇടദിവസത്തെ മീറ്റിങ്ങും ഞായറാഴ്ച മീറ്റിങ്ങുകളും ഒക്കെ അങ്ങനെ ചടങ്ങ് പോലെയൊക്കെ അങ്ങ് പോകുന്നുണ്ട്. പക്ഷേ എന്നോ കർത്താവിനോട് ഉണ്ടായിരുന്ന ആ ഒരു വലിയ സ്നേഹവും തീക്ഷ്ണതയൊക്കെ എവിടെയൊക്കെ ഒന്ന് മറന്നു വെച്ചു പോയതുപോലെ. നമ്മളിപ്പോ ഒരു വഴിയാത്രയിൽ പോവുകയാണ്, ഒത്തിരി ദൂരം പോകാനുണ്ട്, വലിയ വിലപിടിപ്പുള്ള ഒരു പണപ്പെട്ടിയും ഉണ്ടായിരുന്നു. അത് എങ്ങനെയൊക്കെ യാത്രയൊക്കെ ചെയ്ത് കുറെ കഴിഞ്ഞ് പല ബസ്സൊക്കെ മാറി കയറി പല കടയിലൊക്കെ കയറി ചായയൊക്കെ കുടിച്ച് കുറെ കഴിഞ്ഞ് നോക്കിയപ്പോ നമ്മുടെ കയ്യിൽ എന്തില്ല, പണപ്പെട്ടി ഇവിടെ മറന്നു വെച്ചു. ഏറ്റവും വിലയുള്ള കാര്യം എന്തോ ആ പണപ്പെട്ടി കൊണ്ടാണ് നമ്മൾ ഒരിടത്തേക്ക് പോയിക്കൊണ്ടിരുന്നത്, എന്നാൽ അതെവിടെയും മറന്നു വെച്ചെന്ന് പറഞ്ഞതുപോലെ ക്രിസ്ത്യ ജീവിതത്തിൽ ഏറ്റവും വിശേഷമായിട്ടുള്ളത്, ഏറ്റവും കേന്ദ്രമായിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ യേശു കർത്താവിനോടുള്ള ഒരു സ്നേഹബന്ധം. അതാണ് നമ്മളിവിടെ ഇപ്പം വായിക്കുന്നത്. 2 കൊരിന്ത്യർ 11-ന്റെ 2-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്, ഞാൻ നിങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ ഒരു ദൈവത്തിന്റെ ഒരു തീക്ഷ്ണതയോടെ ഗോഡ്ലി ജലസിയോടെ എരിയുന്നു. ഒരു പിതാവിന്റെ ഒരു ഹൃദയം, ആത്മീയ മക്കള് അവർക്ക് വേണ്ടി ഒരു ഗോഡ്ലി ജലസി, അവർക്ക് വേണ്ടിയുള്ള ഒരു തീക്ഷ്ണത. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിക്കുവാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. ഒരു വിവാഹ നിശ്ചയം എൻഗേജ്മെന്റ് സെറമണി ബിട്രോതൽ നടന്നു. പിന്നെ കുഞ്ഞാടിന്റെ കല്യാണം അന്ന് നിത്യതയില് പുതിയ ആകാശവും പുതിയ ഭൂമിയും അവിടെ വെളിപാട് 21-ാം അധ്യായത്തിൽ കുഞ്ഞാടിന്റെ കല്യാണത്തെ കുറിച്ചൊക്കെ നമ്മൾ വായിക്കുന്നു. വെളിപാട് 19-ാം അധ്യായത്തില് താണ്ട് ഒരുങ്ങിയിരിക്കുന്നു എന്നുള്ള കാര്യമൊക്കെ നമ്മൾ വായിക്കുന്നു. നിത്യതയിൽ അതിന്റെ ഒരു വലിയൊരു സാക്ഷാത്കാരം ഉണ്ടാകും. എന്നാണ് ഇന്ന് അതിന്റെ ഒരു വിവാഹ നിശ്ചയമുള്ള ഒരു മുൻരുചി നമ്മൾ അനുഭവിക്കുക, കർത്താവുമായിട്ടുള്ള ഒരു സ്നേഹബന്ധം. അത് കഴിഞ്ഞിട്ട് പറയുമോ, ഇങ്ങനെ വിവാഹ നിശ്ചയമൊക്കെ ചെയ്തു കഴിഞ്ഞു, എന്നാ സർപ്പം എന്ന് പറഞ്ഞ ആര്?
പിശാച് അല്ലേ? നമുക്കറിയാം ഏതും തോട്ടത്തിൽ വന്ന് ഹവയെ പറ്റിച്ച് കളഞ്ഞയാള്. നമ്മളെ ഉൽപ്പത്തി 3-ാം അധ്യായം മുതൽ കാര്യങ്ങളൊക്കെ വായിക്കുന്നുണ്ട്. അപ്പൊ സർപ്പം ഹവ്വയെ ഉപായത്താൽ ചതിച്ചതുപോലെ എന്തെങ്കിലും ഒരു ക്രാഫ്റ്റിനെസ്, എന്തെങ്കിലുമൊക്കെ പല പല കാര്യങ്ങളുമായിട്ട് നമ്മളുടെ മനസ്സിനെ അങ്ങ് ഡൈവേർട്ട് ചെയ്ത് കളയുന്ന ഒരു കാര്യം. ഒരുപക്ഷെ നമ്മുടെ ജോലി ആയിരിക്കാം, നമ്മളുടെ ചിലപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് നമ്മുടെ മൊബൈൽ ഫോണോ, അല്ലെങ്കിൽ നമ്മളുടെ സോഷ്യൽ മീഡിയ കണക്ഷൻസോ, അല്ലെങ്കിൽ നമ്മളുടെ ചില സൗഹൃദങ്ങളോ, അങ്ങനെയൊക്കെ വേറെ പല പല കാര്യങ്ങൾ, പല പല കാര്യങ്ങളൊക്കെ നമുക്ക് ഒത്തിരി കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ്. എന്നാൽ കർത്താവുമായിട്ടുള്ള ആ ഒരു നിർമ്മലമായ സ്നേഹമുണ്ട്. അതാണ് നമ്മൾ ഈ പറഞ്ഞു വരുന്നത്. എന്താ നമ്മൾ അവിടെ വായിക്കുന്നത്, സർപ്പം ഹവ്വയെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. യേശുവിനോടുള്ള ഒരു നിർമ്മലത, ഒരു ഏകാഗ്രവും നിർമ്മലവുമായ ഒരു ഭക്തി, സിമ്പിൾ ആൻഡ് പ്യൂർ ഡിവോഷൻ ടു ക്രൈസ്റ്റ്, അത് നമ്മളുടെ ഹൃദയത്തിൽ ഇന്ന് തീക്ഷ്ണമായിട്ട് യേശുവിനോടുള്ള ഒരു എരിയുന്ന ഒരു സ്നേഹബന്ധം, ഒരു തീജ്വാല പോലെ എരിയുന്ന ഒരു സ്നേഹബന്ധം കർത്താവിനോട് നമുക്കുണ്ടോ? അവര് ആദ്യ സ്നേഹം എന്നുള്ളൊരു വാക്കാണ് വെളിപാട് 2-ാം അധ്യായത്തിലെ 4-ാമത്തെ വാക്യത്തില് എഫേസ്യ സഭയോട് അവിടെ യോഹന്നാൻ അപ്പോസ്തലനിലൂടെ പരിശുദ്ധാത്മാവ് യേശുക്രിസ്തുവിലൂടെ അരുളി ചെയ്യുമ്പോൾ, നിങ്ങളുടെ ആദ്യ സ്നേഹം കളഞ്ഞു പോയിരിക്കുന്നു, വിട്ടുപോയിരിക്കുന്നു, ആദ്യ സ്നേഹത്തിൽ നിങ്ങൾ വീണു പോയിരിക്കുന്നു എന്ന് പറയുന്ന ഒരു രംഗമുണ്ട്. അതുപോലെ ആ ഒരു സ്നേഹബന്ധം, ആ ഒരു കർത്താവിനോടുള്ള ഒരു തീക്ഷ്ണമായിട്ടുള്ള ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു സ്നേഹബന്ധത്തിലേക്ക് വരാനാ കർത്താവ് നമ്മളെ കുറിച്ച്, ഓരോരുത്തരെ കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു കാര്യം. അപ്പം നമുക്ക് അതിനായിട്ട് തടസ്സമായിട്ട് എന്താ ഉള്ളേ? നമുക്ക് കർത്താവ് നമ്മളെ സൃഷ്ടിച്ചത് തന്നെ, ഇപ്പൊ ആ ഒരു തടസ്സത്തിന്റെ കുറിച്ച് ചിന്തിക്കുന്നതിന് മുമ്പ്, ശരിക്കും കർത്താവ് നമ്മളെ സൃഷ്ടിച്ചത് തന്നെ എന്തിനു വേണ്ടിയാ? ദൈവം നമ്മളെ സൃഷ്ടിച്ചത് നമ്മളോടുള്ള ഒരു കൂട്ടായ്മയ്ക്ക് വേണ്ടിയാണ്, നമ്മളോടുള്ള ഒരു സ്നേഹബന്ധത്തിന് വേണ്ടിയാണ്. ദൈവത്തിന് കോടാനുകോടി ദൂതന്മാരുണ്ടായിരുന്നു. കർത്താവിന്റെ ജോലി ചെയ്യാനായിട്ട് ഒരുപാട് ദൂതവൃന്ദങ്ങൾ ഉണ്ടായിരുന്നു, ഒരുപാട് കോടാനുകോടി മാലാഖമാരുണ്ടായിരുന്നു. അവരൊക്കെ ആ പരിശുദ്ധനായിട്ടുള്ള മാലാഖമാര്, ആ വിശുദ്ധരായ മാലാഖമാര്, ദൂതന്മാരൊക്കെ ദൈവത്തെ അഹോരാത്രം സേവിക്കുന്നുണ്ടായിരുന്നു, ശുശ്രൂഷിക്കുന്നുണ്ടായിരുന്നു. അവര് ആ സെറാഫുകളൊക്കെ മുഖം മറച്ച്, കാലുകൾ മറച്ച്, 2 ചിറകുകൊണ്ട് പറന്നു എന്നൊക്കെ നമ്മൾ യെശയ്യാ 6-ാം അധ്യായത്തിലൊക്കെ വായിക്കുന്നുണ്ട്. അതുപോലെ അവര് പരിശുദ്ധൻ 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 എന്ന് പറഞ്ഞ് ഇടപെടാതെ ദൈവത്തെ ശുശ്രൂഷിക്കുകയും സേവിക്കുകയും, ദൈവം പറയുന്ന ഒരു കാര്യം അപ്പടിയെ അതുപോലെ അനുസരിക്കുകയൊക്കെ ചെയ്യുന്ന ദൂതന്മാരുണ്ടായിരുന്നു. എന്നാൽ ദൂതന്മാരാരും എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടവരായിരുന്നില്ല? ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ടവരായിരുന്നില്ല. നമ്മള് മനുഷ്യന്റെ സൃഷ്ടിയെക്കുറിച്ച് വായിക്കുമ്പോൾ നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് പോവുകയാണെങ്കിൽ, ഉൽപ്പത്തി 1-ാം അധ്യായത്തില് എന്താ നമ്മൾ വായിക്കുന്നത്? ഉൽപ്പത്തി 1-ാം അധ്യായത്തിലേക്ക് നമുക്കൊന്ന് പോവാം. അവിടെ 1-ാം അധ്യായത്തിൽ 26-ാമത്തെ വാക്യം, അവിടെ ആ തൃത്വം, ത്രിയേക ദൈവം പറയുക, അനന്തരം ദൈവം നമ്മുടെ സ്വരൂപത്തിൽ, ദൈവം ഏകനാണ് എന്ന ദൈവം ത്രിയേകനാണ്, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും. അവിടെ പ്ലൂറലായിട്ട് എലോഹിം പറയുവാണ്, നമ്മുടെ സ്വരൂപത്തിന്, നമ്മുടെ സാദൃശ്യപ്രകാരം. സ്വരൂപത്തിൽ എന്ന് പറഞ്ഞാൽ തന്നെ അർത്ഥമായി കഴിഞ്ഞു. എന്നാൽ വീണ്ടും അത് എംഫസൈസ് ചെയ്ത് കുറച്ചുകൂടി ഊന്നൽ നൽകി പറയുവാണ്, എന്താ? നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. അതുവരെ ആ 6 ദിവസത്തെ സൃഷ്ടി നടക്കുകയാണ്. 6-ാം ദിവസമാണ് മൃഗങ്ങളെ സൃഷ്ടിച്ചത്. 6-ാം ദിവസം മൃഗങ്ങളെ സൃഷ്ടിച്ചതിന് ശേഷമാണ് മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. അപ്പം അതുവരെയുള്ള സൃഷ്ടിയിലെല്ലാം ദൈവം വലിയ സൃഷ്ടി ചെയ്തു. എന്നാൽ ദൈവത്തിന്റെ സ്വരൂപത്തിലോ സാദൃശ്യത്തിലോ ആയിരുന്നില്ല. എന്ന് വെച്ചാല് ദൈവവുമായിട്ടുള്ള ഒരു സ്നേഹബന്ധത്തിലേക്ക് നമുക്ക് വരണമെങ്കിൽ നമ്മൾ ദൈവത്തിന്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടവരായിരിക്കണം. ഇപ്പം നമുക്കിപ്പോ ഒരു ഉറുമ്പിനെ കാണുമ്പോൾ, ഉറുമ്പിനെ എത്ര സ്നേഹമെന്ന് പറഞ്ഞാലും, ഉറുമ്പെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു പറഞ്ഞ് ഉറുമ്പ് പേടിച്ചു പോകും. ഉറുമ്പ് നോക്കുമ്പോൾ എന്തോ ഒരു ഇടിമുഴക്കം കേൾക്കുന്നു, ഉറുമ്പ് എന്തൊക്കെ മനസ്സിലാവുന്നു എന്ന് പറയുന്നത് പോലെ ഉറുമ്പ് എന്റെ സ്വരൂപത്തിലെ സാദൃശ്യത്തിലും അല്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഒരു സ്നേഹബന്ധത്തിലേക്ക് വരാൻ പറ്റത്തില്ല എന്ന് പറയുന്നത് പോലെ, നമുക്കിപ്പം പെറ്റ് ഡോഗ്സോ പട്ടിയോ പൂച്ചയോ എല്ലാം കാണും, എല്ലാം സ്നേഹവും കാര്യങ്ങളും എല്ലാം ഉണ്ട്, മമതയും വിധേയത്വവും എല്ലാം ഉണ്ട്, വിശ്വസ്തതയും ഉണ്ട്. എന്നാൽ ഒരു മനുഷ്യനുമായിട്ടുള്ള ഒരു വ്യക്തിബന്ധത്തിലേക്ക് വരുന്നത് പോലെ നമുക്ക് വേറൊരു മൃഗമായിട്ടോ പക്ഷിയായിട്ടോ പറ്റത്തില്ല എന്ന് പറയുന്നത് പോലെ, ദൈവത്തിന് അതുപോലൊരു സ്നേഹബന്ധം വേറെ ആരുമായിട്ട് സാധ്യമായിരുന്നില്ല. ത്രിയേക ദൈവം തൃത്വമായിരുന്നത് കൊണ്ട് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തമ്മിലുള്ള ആ ഒരു സ്നേഹബന്ധം, ദൈവ സ്നേഹമാകുന്നു. 1 യോഹന്നാൻ 4:8-16 വാക്യങ്ങളിൽ ഗോഡ് ഇസ്ലാം ദൈവ സ്നേഹമാകുന്നു എന്ന് പറയുമ്പോൾ, എല്ലാ ദൂതന്മാരെയൊക്കെ സൃഷ്ടിക്കുന്നതിന് മുമ്പേ ദൈവ സ്നേഹമാകുന്നു. അപ്പം
പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തമ്മിലുള്ള ഒരു സ്നേഹബന്ധമുണ്ട്. എന്നാൽ ആ സ്നേഹം അങ്ങ് നിറഞ്ഞു കവിയുക. ആ സ്നേഹം അങ്ങ് യഥാർത്ഥത്തിലുള്ള ദൈവത്തിന്റെ സ്നേഹം എപ്പോഴും നിറഞ്ഞു കവിയുന്ന സ്നേഹം, അത് ആരിലേക്കെങ്കിലും പകരണം. അപ്പൊ അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? എന്നെ നിങ്ങളെ സൃഷ്ടിച്ച്. അപ്പൊ ദൈവം മുന്നമേ കാണുകയാണ്. നമ്മൾ ആ സദൃശ്യവാക്യത്തില് പ്രോബ്സില് അങ്ങനെ ഒരു വാക്യം, അതിന്റെ ഒരു നിഴല് നമ്മൾ കാണുന്നുണ്ട്. അതിന്റെ പൊരുള് ക്രിസ്തുവിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സദൃശ്യവാക്യം 8-ാം അധ്യായത്തില് അവിടെ ജ്ഞാനം സംസാരിക്കുന്ന ഒരു രംഗം നമ്മൾ കാണുന്നുണ്ട്. ജ്ഞാനം, വിസ്റ്റം. അവിടെ വിസ്റ്റം ഒരു മനുഷ്യൻ എന്നതാണ് സംസാരിക്കുക. അപ്പൊ ആ വിസ്റ്റം ആരാണെന്ന് ചോദിച്ചാൽ ക്രിസ്തുവാണ് ആ ജ്ഞാനമെന്ന് നമ്മൾ 1 Corinthians 1:24-30 ഒക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. ഞാൻ ആ വാക്യത്തിലേക്ക് എന്നെ എടുത്ത് പോകുന്നില്ല, നമുക്ക് എഴുതി വെക്കാം. 1 Corinthians 1:24-30 ക്രിസ്തുവാണ് നമ്മുടെ ജ്ഞാനം എന്ന് പറയുന്നുണ്ട്. ഇവിടെ ജ്ഞാനം സംസാരിക്കുന്ന പറയുമ്പോൾ യേശു സംസാരിക്കുകയാണ്. യേശുവിലൂടാണ് പിതാവ്, യേശുവാകുന്ന വചനത്തിലൂടാണ് പിതാവ് എല്ലാത്തെയും സൃഷ്ടി ചെയ്തത്. അവിടെ നമ്മളെ സദൃശ്യവാക്യം 8-ാം അധ്യായത്തില് അവിടെ അവിടെ എല്ലാ സൃഷ്ടിപ്പിന്റെയും മുമ്പായിരുന്ന സമയത്ത് 22-ാമത്തെ വാക്യം 8:22 യഹോവ പണ്ട് പണ്ടേ തന്റെ വഴിയുടെ ആരംഭമായി തന്റെ പ്രവൃത്തികളുടെ ആദ്യമായി എന്നെ ഉളവാക്കി എന്നൊക്കെ പറഞ്ഞ്, പുരാതനമേ എന്നൊക്കെ പറഞ്ഞ് എല്ലാത്തെയും മുമ്പേ, എല്ലാ സൃഷ്ടിപ്പിന് മുമ്പേ പിതാവിന്റെ വചനമാകുന്ന ക്രിസ്തു, വചനം ദൈവമായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു എന്നൊക്കെ നമ്മൾ എവിടെ വായിക്കുന്നത്? യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങളിൽ വായിക്കുന്നുണ്ട്. അപ്പൊ ആ വചനമാകുന്ന ക്രിസ്തുവിലൂടെയാണ് എല്ലാം ഉരുവായതെന്നൊക്കെ എബ്രായർ 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ ആ വചനം കർത്താവ് എന്താ പറയുന്നത്? 30-ാമത്തെ വാക്യം ഇവിടെ സദൃശ്യവാക്യം 8:30, ഞാൻ അവന്റെ അടുക്കൽ ശില്പിയായിരുന്നു, മാസ്റ്റർ വർക്ക്മാൻ ആയിരുന്നു, ഇടപെടാതെ അവന്റെ മുമ്പിൽ വിനോദിച്ചുകൊണ്ട് ദിനം പ്രതി അവന്റെ പ്രമോദമായിരുന്നു. അതായത് പിതാവും പുത്രനും തമ്മിലുള്ള സ്നേഹബന്ധത്തെ കുറിച്ച് പറയുക. ഞാൻ ഈ പറഞ്ഞു വരുന്നത് വെച്ചാല് നമ്മളുടെ ക്രിസ്തീയ ജീവിതം കർത്താവിനോടുള്ള ഒരു തീക്ഷ്ണമായിട്ടുള്ള ഒരു സ്നേഹബന്ധമാണെന്ന് പറയുമ്പോൾ ആ സ്നേഹബന്ധം, അതിനുവേണ്ടി ദൈവം നമ്മളെ സൃഷ്ടിച്ചത്, അത് ദൈവത്തിന്റെ സ്വഭാവം തന്നെ ഈ സ്നേഹമാണ്. ആ സ്നേഹബന്ധം അതിന് തുടക്കമില്ലാത്ത ഒരു സ്നേഹബന്ധമാ എന്ന് പറഞ്ഞാൽ എന്താ? ആദി അന്തമില്ലാത്ത നിത്യമായിട്ടുള്ള ഒരു സ്നേഹബന്ധത്തിൽ അത് തുടങ്ങിയത്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തമ്മിലുള്ള ആ ഒരു സ്നേഹബന്ധത്തെ കുറിച്ച് ഇവിടെ നമ്മൾ വായിക്കുന്നത്. ദിനം പ്രതി അവന്റെ പിതാവിന്റെ പ്രമോദമായിരുന്ന പുത്രനാകുന്ന ജ്ഞാനമാകുന്ന ക്രിസ്തു. അത് കഴിഞ്ഞിട്ട് അതിന്റെ 31-ാമത്തെ വാക്യം, സദൃശ്യവാക്യം 8:31, അവന്റെ ഭൂതലത്തിൽ ഞാൻ വിനോദിച്ചു കൊണ്ടിരുന്ന എന്റെ പ്രമോദം മനുഷ്യപുത്രന്മാരോട് കൂടിയായിരുന്നു. ആ സൃഷ്ടിപ്പിലേക്ക് മുമ്പ് മനുഷ്യപുത്രന്മാരാരാ എന്ന് ചോദിച്ചാൽ നമ്മളെ മുമ്പേ കണ്ട് ക്രിസ്തുവില് നമ്മളെ എപ്പോഴാ ദൈവം തെരഞ്ഞെടുത്തേ? ലോകസ്ഥാപനത്തിന് മുന്നമേ നമ്മളെ തെരഞ്ഞെടുത്തു. നമ്മളെ രക്ഷിക്കപ്പെട്ടപ്പോഴല്ല തെരഞ്ഞെടുത്തേ, അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോഴല്ല തെരഞ്ഞെടുത്തേ, അതിനു മുമ്പേ, ലോകമൊക്കെ സ്ഥാപിക്കുന്നതിന് മുമ്പേ, എല്ലാ ദൂതന്മാരെയും എല്ലാം സൃഷ്ടിക്കുന്നതിന് മുമ്പേ ദൈവം ആരെ തെരഞ്ഞെടുത്തു? നമ്മളെ ഓരോരുത്തരെയും കർത്താവ് തെരഞ്ഞെടുത്തു. നമ്മളെ ഓരോരുത്തരുടെ പേര് കർത്താവിന്റെ കരത്തില് വരച്ചിരിക്കുന്നു. ആ ഒരു സ്നേഹം, അമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല, നിന്റെ പേര് ഞാൻ ഉള്ളംകരത്തിൽ വരച്ചിരിക്കുന്നു. ആ വാക്ക് എല്ലാവർക്കും പരിചിതമാണോ? യെശയ്യാവിന്റെ പുസ്തകം 49-ാം അധ്യായത്തിന്റെ ആ ഒരു കർത്താവിന്റെ ആ ഒരു സ്നേഹം നമ്മൾ ഇന്ന് പകൽക്കാലം നമ്മളൊന്ന് കണ്ട് ആ സ്നേഹത്തിന്റെ ഒരു ആഴം ഒന്ന് കാണാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ, ആ സ്നേഹത്തിന്റെ ആഴം എന്ന് പറയുമ്പോൾ എന്താ, വലിയ നയാഗ്ര വെള്ളച്ചാട്ടത്തിലേക്ക്, വലിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. വലിയ വെള്ളച്ചാട്ടത്തിന് ഉയരവും ആഴവും ഒക്കെ, നയാഗ്ര വെള്ളച്ചാട്ടത്തിന്റെയൊക്കെ ആഴം, അതിന്റെ ചില ചിത്രങ്ങളൊക്കെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും. വലിയ ആഴം, അല്ലെങ്കിൽ ചിലപ്പോൾ ആഴത്തിലുള്ള വലിയ കൊക്ക ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. എന്നാൽ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആഴവും നീളവും വീതിയും ഉയരവും എന്നൊക്കെ നമ്മൾ എഫേസ്യർ 3:17-18 വാക്യങ്ങളിൽ വായിക്കുമ്പോൾ, അതുപോലെ നമുക്ക് നമ്മളുടെ ഈ ബുദ്ധിയിൽ ഗ്രഹിക്കാൻ പറ്റുന്നതിലും വലിയൊരു ആഴമാണ് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആഴം. ഇവിടെ അത് സിമ്പിളായിട്ട് പറഞ്ഞിരിക്കുന്നത് യെശയ്യാവിന്റെ പുസ്തകം 49-ാം അധ്യായത്തില് ഒരു അമ്മയും കുഞ്ഞും തമ്മിലുള്ള സ്നേഹം. അത് ആർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. നമുക്ക് ഇനി അധികം വിദ്യാഭ്യാസം ഇല്ലെങ്കിലും, നമുക്ക് വലിയ ഡിഗ്രിയോ പദവികളോ ഒന്നും ഇല്ലെങ്കിലും, ഒരു അമ്മയ്ക്ക് കുഞ്ഞിനോടുള്ള സ്നേഹം അത് ഏറ്റവും ഹൃദ്യമായ, ഏറ്റവും ലോലമായ, ഏറ്റവും ദൃഢമായ, ഏറ്റവും മൃദുവായ, സ്പർശതയുള്ള ഒരു സ്നേഹം. അതാ നമ്മള് യെശയ്യാവിന്റെ പുസ്തകം 49-ാം അധ്യായത്തിന്റെ 49-ാം അധ്യായത്തിന് 15-ാമത്തെ വാക്യത്തില് ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കുമോ? ഒരു സ്ത്രീ തന്റെ നഴ്സിംഗ് ചൈൽഡിനെ, പൊക്കറ്റ നഴ്സിംഗ് ചൈൽഡ് എന്നാണ് ഇംഗ്ലീഷില്. അതായത് പാല് കുടിക്കുന്ന ഒരു കുഞ്ഞിനെ അമ്മ മറക്കാൻ പറ്റൂ? ഒരു അമ്മ പാല് കൊടുക്കുന്ന ഒരു കുഞ്ഞുണ്ടെങ്കിൽ അർദ്ധരാത്രിയിൽ എപ്പോഴെങ്കിലും ഒന്ന് എഴുന്നേറ്റാലും
തൊട്ടടുത്ത് കുഞ്ഞെങ്ങനെയുണ്ട്, കുഞ്ഞെങ്ങനെ ഉറങ്ങുന്നുണ്ടെന്നായിരിക്കും അമ്മയുടെ ചിന്ത. അതെ. അപ്പൊ ആ ഒരു അമ്മ തന്റെ കുഞ്ഞിനെ മറക്കുമോ, താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? അവർ മറന്നു കളഞ്ഞാലും ഒരമ്മയും മറക്കത്തില്ല, സ്വാഭാവികമായിട്ട് സുബോധത്തിലുള്ള ഒരു അമ്മയും മറക്കത്തില്ല. എന്നാൽ ഇനിയിപ്പോ ഏതെങ്കിലും ഒരു അമ്മ ഏതെങ്കിലും ഒരു കാരണവശാൽ മറന്നു കളഞ്ഞാലും കർത്താവ് എന്താ പറയുന്നത്? ഞാൻ നിന്നെ മറക്കുകയില്ല. അതുപോലൊരു സ്നേഹം, ദൈവത്തിന്റെ സ്നേഹം. ആ ഒരു സ്നേഹം ഒരുപക്ഷെ ആ, നമ്മള് ആ, യഥാർത്ഥത്തിലുള്ള ആ ഒരു ദൈവത്തെ അറിയുമ്പോ ആ ഒരു സ്നേഹത്തിന്റെ സ്വാതന്ത്ര്യം വലുതാ. എന്നുവെച്ചാൽ ഇന്ന് പലരും പല മതങ്ങളിലും ഒക്കെ ദൈവത്തെ അങ്ങ് പേടിച്ച്, അയ്യോ ദൈവം ശിക്ഷിക്കുവോ, ദൈവം ഞങ്ങളെ നരകത്തില് കൊണ്ട് കളയുവോ, നല്ല പ്രവൃത്തികളും ചീത്ത പ്രവൃത്തികളൊക്കെ തുലാസിലൊക്കെ തൂക്കി നോക്കി ദൈവം ഇനിയിപ്പോ അവസാനം നരകത്തിൽ കൊണ്ട് കളയുവോ എന്നൊക്കെയാണ് പല മതങ്ങളിലുള്ള പഠിപ്പിക്കലുകളും കാര്യങ്ങളും ഒക്കെ. അവർ കർമ്മമാർഗവും ജ്ഞാനമാർഗവും ഭക്തിമാർഗവും അങ്ങനെയൊക്കെയുള്ള എന്നാൽ ദൈവത്തിന്റെ സ്നേഹത്തിനെ കുറിച്ചൊരു ഉറപ്പോ ഒരു അഷുറൻസോ ഒന്നും ഇല്ലാതെ എങ്ങനെയൊക്കെയോ എന്തൊക്കെയോ ചില കാര്യസാധ്യത്തിന് വേണ്ടി ദൈവത്തെ വിളിക്കുന്നു. പല പിൽഗ്രിമേജസ്, പല മോക്ഷയാത്രകളും തീർത്ഥാടനങ്ങളും ഒക്കെ പോകുന്നു. പല പല കാര്യങ്ങളൊക്കെ, വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. പക്ഷെ എന്നാൽ യഥാർത്ഥത്തിലുള്ള ബൈബിൾ വെളിപ്പെടുത്തുന്ന ഒരു ദൈവം എന്ന് പറഞ്ഞാൽ എന്താ? സ്നേഹമാകുന്ന നമ്മളോടുള്ള ആ ഒരു സ്നേഹത്തെ നമ്മളിലേക്ക് പകരാനായിട്ട്, നിറഞ്ഞു കവിയുന്ന ഒരു സ്നേഹം നമ്മളിലേക്ക് പകരാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവം. ആരും സഹായമായി ഇല്ലാതെ ഞാൻ പാരം വരങ്ങിടും വേളയിൽ, ആരും സഹായമായി ഇല്ലാതെ ഞാൻ പാരം വരങ്ങിടും വേളയിൽ, അരുമയോടിൻ അരികിൽ വന്ന ആത്മനാഥൻ യേശുവാ, അരുമയോടിൻ അരികിൽ വന്ന ആത്മനാഥൻ യേശുവാ, എന്റെ യേശു നായകൻ, എനിക്കു നല്ല സ്നേഹിതൻ, എന്റെ യേശു നായകൻ, എനിക്കു നല്ല സ്നേഹിതൻ. അതുപോലെ ഇപ്പൊ ഞാൻ എന്റെ സാക്ഷ്യം പലപ്പോഴും പറയുമ്പോൾ ഞാൻ പാടുന്നൊരു പാട്ടായത്. അതായത് ആ ഒരു നിസ്സഹായ അവസ്ഥയിൽ ഞാൻ എന്റെ 17ാമത്തെ വയസ്സിൽ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് വലിയ വലിയ തത്വചിന്തകളും സഹസ്രനാമങ്ങളും ഒക്കെ കൊച്ചുനാൾ മുതലേ വലിയ അമ്പലഭക്തിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ജീവിച്ച്, ഇന്നെല്ലാം ഒക്കെ വലിയ വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വലിയ വിവേകാനന്ദന്റെ തത്വചിന്തകള്, അമൃതാനന്ദമായിട്ടുള്ള ഒരു ഭക്തി, സഹസ്രനാമങ്ങള്, വിഷ്ണു സഹസ്രനാമം രാവിലെ എഴുന്നേറ്റ് ജപിക്കും, ലളിത സഹസ്രനാമം വൈകിട്ട് പോയി ജപിക്കും. അമ്പലങ്ങള് അവിടെ ഞാൻ സ്കൂളിൽ പോകുന്ന വഴി തന്നെ 2 അമ്പലത്തിലെങ്കിലും കയറി ചന്ദനക്കുറിയൊക്കെ തൊട്ട് വലിയ ഭയഭക്തി ബഹുമാനത്തോടായിരുന്നു ഞാൻ ഓരോ ദിവസം സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ അതെല്ലാം കഴിഞ്ഞ് വലിയ വലിയ കാര്യങ്ങളൊക്കെ പറയുകയും എഴുതുകയൊക്കെ ചെയ്തിട്ടും ഹൃദയത്തിന്റെ ഉള്ളിൽ ഒരു ശൂന്യത. അങ്ങനെയുള്ള ഒരു സമയത്താണ് നമ്മുടെ ഹൃദയത്തിൽ യഥാർത്ഥത്തിലുള്ളൊരു സമാധാനം, യഥാർത്ഥത്തിലുള്ള ഒരു സ്നേഹം എന്താണെന്ന് അറിയാത്ത ഒരു അവസ്ഥയിലാണ് ആ പ്രീ ഡിഗ്രി അവസാനിക്കാറാവുന്ന സമയത്ത് 1999 ഡിസംബർ മാസം 19-ാം തീയതി ഒരു ഞായറാഴ്ച ദിവസം രാവിലെ രാവിലെ അന്നൊരു ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഒളിമ്പിയാഡിന്റെ പരീക്ഷയൊക്കെ കോളേജിൽ ഉണ്ടായിരുന്നു. ഞാൻ രാവിലെ എഴുന്നേറ്റു, പക്ഷെ എന്തോ ഹൃദയത്തിൽ വലിയൊരു ശൂന്യതയും ഭാരവും മാതിരി. അങ്ങനെ ആയിരിക്കുന്ന സമയത്ത് ദൈവത്തിന്റെ പരിശുദ്ധിയെ കുറിച്ച് ഉള്ളാനൊരു ബോധ്യവും, ആ ദൈവത്തിന്റെ മുമ്പാകെ ഞാൻ ഒന്നുമല്ല, ഞാനൊരു സീറോ ആണ്, ഞാനൊരു പാപിയാണ്, ഞാൻ നീച പാപിയാണെന്നുള്ള ഉള്ളാനൊരു ബോധ്യം വരികയും പെട്ടെന്ന് എനിക്ക് ബൈബിൾ എടുത്ത് തുറന്നു നോക്കാൻ തോന്നി. ബൈബിൾ എടുത്ത് തുറന്നു നോക്കുമ്പോൾ യെഹെസ്കേലിന്റെ വചനങ്ങൾ, ഞാൻ ഈ ഒരു വാക്യങ്ങൾ വായിച്ചുകൊണ്ട് യെഹെസ്കേലിലോട്ട് നമുക്ക് പോകാം. ഇവിടെ നമ്മളിപ്പം യെശയ്യാവ് 49:15 ഞാനിപ്പോ വായിച്ചു. എന്താ? ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കുമോ, താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? അവർ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ഇതാ ഞാൻ നിന്നെ എന്റെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നു. നമ്മുടെ ഉള്ളം കയ്യിൽ എന്തുണ്ട്? വരകളുണ്ട് അല്ലേ? ആ വര സോപ്പ് തേച്ച് കഴുകിയാലോ എന്തെങ്കിലുമൊക്കെ റബ്ബറിട്ട് മായ്ച്ചാലോ ഡിറ്റർജന്റ് ഇട്ടാലോ ഈ വര മാഞ്ഞു പോവോ? ഇല്ല. അപ്പൊ ദൈവത്തിന്റെ കയ്യിൽ വര ആരാ? ഞാനാ. അത് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. ഒരിക്കലും മായ്ച്ചു കളയാൻ പറ്റാതെ വണ്ണം കർത്താവിന്റെ കരത്തിൽ ഒരു വരയാണ് ഞാൻ. അവിടെ നിന്റെ പേര് എഴുതിയിരിക്കുന്നു എന്നല്ല എഴുതിയിരിക്കുന്നത്, നിന്നെ തന്നെ
ഞാൻ അവിടെ വരച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നത്. ഐ ഹാവ് ഇൻസ്ക്രൈബ് യുവർ നെയിം എന്നല്ല, നമ്മുടെ പേര് മാത്രം എഴുതി വെച്ചെന്നൊക്കെ ആയിരിക്കും ചിലപ്പോൾ നമ്മളങ്ങ് ഇന്റർപ്രിറ്റ് ചെയ്ത് പോകുന്നത്. എന്നാൽ അവിടെ വായിക്കുന്നത് ഇതാ, ഞാൻ നിന്നെ എന്റെ ഉള്ളം കൈയിൽ വരച്ചിരിക്കുന്നു. ബിഹോൾഡ് ഐ ഹാവ് ഇൻസ്ക്രൈബ് യു ഓൺ ദ പാംസ് ഓഫ് മൈ ഹാൻഡ്. നിന്റെ മതിലുകൾ എല്ലായ്പ്പോഴും എന്റെ മുമ്പിൽ ഇരിക്കുന്നു. നിന്റെ അതിരുകളും കാര്യങ്ങളും എല്ലാം എനിക്കറിയാം. ഞാൻ ആ യെഹെസ്കേലിന്റെ വാക്യത്തിലേക്ക് പോവാം. ഇംഗ്ലീഷിൽ നമ്മൾ എസെക്കിയേൽ എന്ന് പറയുമല്ലോ, മലയാളത്തില് യെഹെസ്കേൽ 36 ആ വാക്യമായിരുന്നു ആദ്യമായിട്ട് എന്നെ വീണ്ടും ജനിക്കുമാറാക്കിയ ആ ഒരു വാക്യം. 36 യെഹെസ്കേൽ 36 25, 26, 27 വാക്യങ്ങൾ. അന്ന് ആ ഡിസംബർ മാസം 19 രാവിലെ ഞാൻ ആ ഒരു നിസ്സഹായതയില് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ആ ഒരു ദൈവത്തിന് മുമ്പാകെ ദൈവത്തിന്റെ ഒരു, പിന്നെ സൃഷ്ടിച്ച ദൈവം അതീവ പരിശുദ്ധനായിട്ടുള്ള ഒരു ദൈവമാണെന്നുള്ള ഒരു ബോധ്യവും, പെട്ടെന്ന് എനിക്ക് ബൈബിൾ എടുത്ത് തുറന്നു നോക്കണം എന്നൊരു ഉള്ളാലൊരു പ്രേരണയും. ബൈബിൾ ഞാൻ അതിന് മുമ്പ് തന്നെ ഹിന്ദു ആയിരുന്നെങ്കിൽ പോലും അതിനു മുമ്പ് എനിക്കൊരു ഗിഡിയൻസിന്റെ ഒരു ന്യൂ ടെസ്റ്റ്മെന്റ് ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുന്ന ഒരു ഗിഫ്റ്റ് കിട്ടിയായിരുന്നു. അപ്പം അതൊക്കെ വാങ്ങിച്ചിട്ടുള്ള ഒരു ക്യൂരിയോസിറ്റിയിൽ പഴയ നിയമം എന്ന് പറഞ്ഞ സംഭവമൊക്കെ ഉണ്ടെന്ന് ഞാൻ കേട്ടറിഞ്ഞ് ഒരു ഫ്രണ്ടിനോട് ചോദിച്ച്, അങ്ങോട്ട് ചോദിച്ച് ഒരു ഫുൾ ബൈബിളൊക്കെ, ഒരു ന്യൂ കിങ് ജെയിംസ് വേർഷൻ, ഒരു ഗിഡിയൻസ് ബൈബിളൊക്കെ സംഘടിപ്പിച്ച് എപ്പോഴെങ്കിലും വല്ലപ്പോഴും ഒക്കെ ഞാൻ വായിക്കുമായിരുന്നു വലിയ അമ്പലഭക്തി ഉണ്ടായിരിക്കുന്ന സമയത്ത് തന്നെ. എന്നാൽ ഈ ഒരു ആ ഒരു ദിവസം പെട്ടെന്ന് എനിക്ക് ഈ ബൈബിൾ എടുത്ത് തുറന്നു നോക്കണം എന്നുള്ള ഒരു പ്രേരണ. ബൈബിൾ എടുത്ത് തുറന്ന് ഞാൻ മറിച്ച് 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 എന്റെ കണ്ണുകൾ ഉടക്കുന്നത് ഈ 3 വാക്യങ്ങളില്ല. യെഹെസ്കേൽ 36 25, 26, 27 വാക്യങ്ങൾ. ഇന്ന് നമ്മളോട് കർത്താവ് ഹൃദ്യമായിട്ട് ഇന്ന് പുതുതായിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുക. എന്താ? ഞാന് എന്റെ മോനെ, എന്റെ മോളെ, നിങ്ങളുടെ മേലിൽ നിർമ്മല ജലം തളിക്കും. കർത്താവിന്റെ ആ ശുദ്ധരക്തം നമ്മളെ തളിച്ച് ശുദ്ധമാക്കും എന്നുള്ള കാര്യം കർത്താവ് ഇവിടെ പറയുന്നു. നിർമ്മല ജലം തളിക്കും, നിങ്ങൾ നിർമ്മലരായി തീരും. ഞാൻ നിങ്ങളുടെ സകല മലിനതകളെയും സകല വിഗ്രഹങ്ങളെയും നീക്കി നിങ്ങളെ നിർമ്മലീകരിക്കും. നമുക്ക് കർത്താവിനോടുള്ള ആ ഒരു സ്നേഹബന്ധത്തിലേക്കുള്ള ഒരു തടസ്സം ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ തന്നെ. എന്റെ ഒരു സ്വയം, എന്റെ ഒരു സ്വന്തം ഇഷ്ടം എന്റെ ജീവിതത്തിലുണ്ട്. പലപ്പോഴും എന്റെ ആ സ്വന്തം ഇഷ്ടം, സ്വന്തമായിട്ടുള്ള എന്റേതായ ചില പ്രയോറിറ്റീസ്, മുൻഗണനകളിലൊക്കെ ഞാൻ പോകുന്നതുകൊണ്ടാണ് എന്ത് പറ്റുന്നേ, നമുക്ക് ആ കർത്താവിനുള്ള ഒരു സ്നേഹബന്ധമൊക്കെ പലപ്പോഴും അങ്ങ് പോയി പോകുന്നു. വേറെ പല കാര്യങ്ങളിലും നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആയി പോകുന്നു. ആ സ്വന്തം ഇഷ്ടത്തിൽ നിന്നാണ് എന്ത് വരുന്നത്? പാപം എന്നുള്ള ആ സ്വന്തം ഇഷ്ടം തന്നെയാണ് പാപം. ആ പാപം എന്ന് പറയുമ്പോൾ അത് കോപമായിരിക്കാം, മോഹമായിരിക്കാം, ആകുല ചിന്തകളായിരിക്കാം, ക്ഷമിക്കാതിരിക്കുന്ന മനോഭാവമായിരിക്കാം, മറ്റുള്ളവരെ വിധിക്കുന്ന മനോഭാവമായിരിക്കാം, അല്ലെങ്കിൽ മനുഷ്യമാനം തേടുന്ന കാര്യമായിരിക്കാം, പണസ്നേഹമായിരിക്കാം, ദ്രവ്യാഗ്രഹമായിരിക്കാം, അല്ലെങ്കിൽ പരാതിയും വെറുവെറുപ്പും, അങ്ങനെയൊക്കെയുള്ള പിന്നെ പാപത്തിന്റെ കുറച്ചുകൂടെ ക്രൂഡായിട്ടുള്ള വേറെ പല പല പാപശീലങ്ങളും ദുശീലങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിരിക്കാം. എന്നാൽ അതിന്റെ ആ ഒരു റൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ? എന്റെ ആ ഒരു ഞാൻ എന്നുള്ള ആ ഒരു സ്വയം, ആ സ്വയബലം. എന്നാൽ കർത്താവ് നമ്മളെ കുറിച്ച് നമ്മളോട് പറയുന്നത് എന്താ? ഒരു നിർമ്മലമായ ഒരു സ്നേഹബന്ധത്തിലേക്ക് തിരിഞ്ഞു വരാനാണ് കർത്താവ് നമ്മളെ കുറിച്ച്, ഓരോരുത്തരെ കുറിച്ച് പറയുന്ന ഒരു കാര്യം. അപ്പോ അതിന് തടസ്സമായിട്ട് നമ്മുടെ ജീവിതത്തിലെ ആ പാപങ്ങളൊക്കെ, നമ്മുടെ ജീവിതത്തിലെ കുറവുകൾ, ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിലെ കുറവുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് ദൈവത്തെ നമ്മളിൽ നിന്ന് അകറ്റിക്കളയുന്ന പല പല കാര്യങ്ങളുണ്ട്. നമ്മള് യെശയ്യാവ് 59 വാക്യത്തില് ഇവിടെ ഒരു വിരൽ വെച്ചുകൊണ്ട് തന്നെ യെശയ്യാവ് 59:2 എന്താ ദൈവത്തിൽ നിന്ന് നമ്മളെ അകറ്റിക്കളയുന്ന, ആ ദൈവത്തിന്റെ സ്നേഹബന്ധത്തിൽ നിന്ന് നമ്മളെ അകറ്റിക്കളയുന്ന ഒരു കാര്യം. നമ്മൾ ഒരുപക്ഷെ അവിശ്വാസികളോട് സുവിശേഷം പറയുമ്പോൾ ആ വാക്യം പലപ്പോഴും പറയുമായിരിക്കും. എന്താ? യെശയ്യാവ് 59:2 വാക്യം, നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രയും നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്, നിങ്ങളുടെ പാപങ്ങൾ അത്രയും അവൻ കേൾക്കാതെ വണ്ണം അവന്റെ മുഖത്തെ നിങ്ങൾക്ക് മറയ്ക്കുമാറാക്കിയത്. അത് അവിശ്വാസികളെ സംബന്ധിച്ച് ശരിയല്ല. വിശ്വാസികളായി തീർന്നതിന് ശേഷവും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉപേക്ഷിക്കാത്ത, ഏറ്റുപറഞ്ഞ് കളയാത്തതായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ മനസ്സാക്ഷി അശുദ്ധമാക്കുന്നുണ്ടെങ്കിൽ ദൈവമായിട്ട് നമുക്ക് ബന്ധമുണ്ട്. എന്നാൽ ഒരു സുദൃഢമായ ഒരു വ്യക്തിപരമായ ഒരു സ്നേഹബന്ധം, ആ ഒരു നിർമ്മലവും ഏകാഗ്രവുമായിട്ടുള്ള ഒരു സ്നേഹബന്ധം, നമ്മൾ ആ 2 Corinthians 11 കണ്ടതുപോലെ ആ ഒരു സിമ്പിൾ പ്യോർ ഡിവോഷനിലേക്ക് നമ്മളെ കളയുന്നത്. ചിലപ്പോൾ നമുക്ക് ചിലരോടൊന്നും ക്ഷമിക്കാൻ സാധിക്കുന്നില്ല. പലരോടും, ഞാനൊരു സൈക്കാട്രിസ്റ്റും കൂടെ ആയതുകൊണ്ട്, മനസ്സിന്റെ ഒരു ഡോക്ടറും കൂടെ ആയതുകൊണ്ട്, പലരും കൗൺസിലിങ്ങിനായിട്ടും പല വ്യക്തി ജീവിതത്തിലെ പല പ്രോബ്ലംസുമായിട്ടൊക്കെ വരുമ്പോൾ പലർക്കും ഉള്ള പ്രോബ്ലം എന്ന് പറഞ്ഞാൽ എന്താ? അങ്ങ് ചിലർ പറയോ, എനിക്ക് എല്ലാവരോടും ക്ഷമിക്കാൻ പറ്റും, എന്റെ അമ്മായിയമ്മയോട് മാത്രമേ എനിക്ക് ക്ഷമിക്കാൻ പറ്റത്തില്ലെന്ന് പറയുന്നവരുണ്ട്. ചിലർ പറയും എനിക്ക് എല്ലാവരും ക്ഷമിക്കുമ്പോൾ മരുമകളോട് എനിക്ക് ക്ഷമിക്കാൻ പറ്റത്തില്ല, ചിലർക്ക് അളിയനോട് ക്ഷമിക്കാൻ പറ്റത്തില്ല, ചിലർക്ക് എന്താ ചിലപ്പം ഭാര്യയോട് ഭർത്താവിനോട് തന്നെ ക്ഷമിക്കാത്തവരുണ്ട്, മക്കളോട് ക്ഷമിക്കാത്തവരുണ്ട്, അപ്പനമ്മമാരോട് ക്ഷമിക്കാത്തവരുണ്ട്, കൂട്ടു സഹോദരങ്ങളോ, എനിക്ക് വസ്തുവിന്റെ തർക്കം കാരണം സഹോദരന്മാരുമായിട്ട് അവർ ക്ഷമിക്കാൻ പറ്റാത്ത ടൈപ്പുമായിട്ട് നടക്കുന്നവരുണ്ട്. എന്നാൽ അവര് വിശ്വാസികളാണ്, അവരപ്പം നുറുക്കുന്നു, പല
വലിയ വലിയ ആത്മീയ നിറവുള്ള കാര്യങ്ങളും വലിയ വലിയ കാര്യങ്ങളൊക്കെ പറയുന്നു. എന്നാൽ അവരുടെ ഹൃദയത്തിൽ അങ്ങ് ദൈവത്തിൽ നിന്ന് അവരെ അകറ്റിക്കളയുന്ന ഒരു കാര്യം ചില അങ്ങ് കയ്പിന്റെ വേര് അങ്ങ് പടർന്ന് അങ്ങ് പന്തലിച്ച് ചിലരോട് മുത്തുപോകാൻ ഒക്കത്തില്ല. ചിലരോട് അങ്ങ് സമാധാനമായിരിക്കാൻ പറ്റത്തില്ല. നമുക്ക് അങ്ങ് ചിലരൊക്കെ എനിക്ക് അവരെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. നമ്മള് ക്ഷമിക്കാൻ പ്രയാസമുള്ള ചില കാര്യങ്ങൾ, ദൈവത്തോടുള്ള ആ ഒരു സ്നേഹത്തിൽ നമ്മളെ അകറ്റിക്കളയുന്ന ചില കാര്യങ്ങൾ, അതെല്ലാം നമ്മൾ ഇന്ന് കർത്താവിന്റെ മുമ്പാകെ വന്ന കർത്താവെ എന്റെ ആ സകല മലിനതകളും സകല വിഗ്രഹങ്ങൾ ആക്ഷരികമായിട്ടുള്ള കല്ലുകൊണ്ടും മണ്ണുകൊണ്ടുള്ള വിഗ്രഹങ്ങളെല്ലാം നമ്മൾ വിട്ടു വന്നു കാണും. എന്നാൽ ചിലപ്പോൾ നമ്മളുടെ സ്വയമാകുന്ന ഒരു വിഗ്രഹം, ഞാൻ തന്നെ എന്റെ ഇഷ്ടം പോലെ കാര്യങ്ങൾ നടക്കണം, ഞാൻ വിചാരിച്ച കണക്ക് കാര്യങ്ങൾ നടക്കണം എന്നുള്ള എന്റെ ഞാനാകുന്ന ഒരു വിഗ്രഹത്തെ നമ്മൾ സേവിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. അപ്പൊ ആ വിഗ്രഹങ്ങളിൽ നിന്നെല്ലാം നിർമ്മലീകരിക്കാനായിട്ടാണ് കർത്താവ് നമ്മളെ ഇവിടെ ഒരു കൺവെൻഷനായിട്ട് ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും കർത്താവിൽ നമ്മളെ അകറ്റിക്കളയുന്നതായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ, കർത്താവ് അങ്ങനെ വേദനിപ്പിക്കുന്ന എന്തെങ്കിലും എന്നിലുണ്ടെങ്കിൽ എനിക്കത് കാണിച്ചു തരണമേ എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്. 139 സങ്കീർത്തനത്തിന്റെ 24 വാക്യം, 139 സങ്കീർത്തനത്തിന്റെ അവസാനത്തെ വാക്യത്തില് വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടെങ്കിൽ കാണിച്ചു തരണമേ. വ്യസനം എന്ന് പറഞ്ഞാൽ എന്താ? ദുഃഖം, വേദന, കർത്താവിനെ വേദനിപ്പിക്കുന്ന. അത് ലിവിംഗ് ബൈബിളിൽ എങ്ങനെയാ പാരഫ്രൈസ് ചെയ്തിരിക്കുന്നത്? പോയിന്റ് ഔട്ട് എനിത്തിങ് ഇൻ മീ ലോർഡ് ദാറ്റ് മേക്സ് യു സാഡ്. ഇന്ന് യേശു കർത്താവിനെ ഞാൻ നോക്കുമ്പോൾ, കർത്താവ് എന്നെ നോക്കുമ്പോൾ, കർത്താവിനെ വേദനിപ്പിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ, ഞാൻ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചിട്ടില്ലാതെ എന്തെങ്കിലും പാപങ്ങള്, എന്റെ മനസാക്ഷിയെ മലീമസപ്പെടുത്തുന്ന എന്തെങ്കിലും കാര്യങ്ങൾ, ക്ഷമിക്കാത്ത കാര്യങ്ങളായിരിക്കും. ചിലരെ നമ്മൾ മുറിപ്പെടുത്തിയിട്ട് നമ്മൾ ക്ഷമ ചോദിച്ചിട്ടില്ലായിരിക്കും. നമ്മൾ അവരെ മുറിപ്പെടുത്തി അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും കാര്യങ്ങൾ തിരിച്ചു കൊടുക്കാനുണ്ട്, ക്ഷമ ചോദിച്ചിട്ടില്ലായിരിക്കും. അപ്പോ നമുക്ക് ഒരു നല്ല മനസാക്ഷി ഇല്ലാത്തതുകൊണ്ട് നമ്മളുടെ കൃപയൊക്കെ അങ്ങ് ചോർന്നു പോയി. നമുക്ക് പിന്നെ ദൈവത്തോടുള്ള ആ ഒരു സ്നേഹബന്ധത്തിൽ എന്തോ ഒരു വിള്ളലുകളും, നമുക്ക് പിന്നെ കർത്താവിനോടുള്ള അത്ര ഒരു സ്നേഹമോ തീക്ഷ്ണതയൊന്നും അങ്ങ് അനുഭവപ്പെടുന്നില്ല. വചനത്തോട് വലിയ താല്പര്യമൊന്നുമില്ല. കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. വലിയൊരു ഭക്തിയുടെ ഒരു വേഷവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒത്തിരി ഭക്തിയുടെ ഭാഷയും പാട്ടുകളും കാര്യങ്ങളും ശൈലികളും എല്ലാം നമുക്ക് അറിയാം. എന്നാൽ ഉള്ളിന്റെ ഉള്ളില് ആ ഒരു കർത്താവിനോടുള്ള ആ ഒരു ആദ്യ സ്നേഹമൊക്കെ അങ്ങ് പോയി എന്തോ ഒരു കാലത്തിൽ ഓട്ട വീഴുന്നത് പോലെ. കലം നിറച്ച് വെള്ളമായിട്ടാ പോയത്. അവിടെ ചെന്നപ്പോ കലത്തിലെ വെള്ളം ഒരു ചെറിയ ഓട്ടയുണ്ടായിരുന്നു. അതിലൂടെ എല്ലാം കൂടെ അങ്ങ് വെള്ളം അങ്ങ് ഒലിച്ചു പോയി. എന്ന് പറഞ്ഞാല് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ചെറിയൊരു സുഷിരം ഉണ്ടാക്കുന്ന ചില പാപങ്ങൾ, ചില ക്ഷമിക്കാൻ പറ്റാത്ത കാര്യങ്ങളായിരിക്കാം. ചിലപ്പോ അതുപോലെയുള്ള മറ്റാരും അറിയുന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന ചില വ്യക്തിബന്ധങ്ങളായിരിക്കാം. ചിലര് വിവാഹേതര ബന്ധങ്ങള്, ഇന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ ഉള്ള ചാറ്റിങ്ങും ചീറ്റിങ്ങും അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങള്, അങ്ങനെയൊക്കെയുള്ള ചില സ്വഭാവ രീതികള്, അങ്ങനെയൊക്കെയുള്ള വേറെ ആരും അറിയണ്ട എന്ന് ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ചില കാര്യങ്ങള്, ചില സ്വഭാവങ്ങള്, എന്തെങ്കിലും നമ്മളുടെ ഹൃദയത്തെ ചില ദുർമോഹങ്ങളോ നമ്മളുടെ ഹൃദയത്തെ അശുദ്ധമാക്കുന്ന പല കാര്യങ്ങളോ അങ്ങനെയൊക്കെ ആയിരിക്കാം. അതിൽ നിന്നെല്ലാം കർത്താവ് നമ്മളെ വിടുവിക്കാനും നമ്മളോട് ക്ഷമിക്കുവാനും നമുക്ക് എല്ലാം അതിജീവിക്കുവാനും ഒക്കെ കർത്താവ് നമ്മളെ സഹായിക്കുന്ന കർത്താവ്. അതാ നമ്മളിപ്പം അകൃത്യങ്ങളാണ് നിങ്ങളെ അകറ്റുന്നതെന്ന് പറയുന്നു. എന്നാൽ യെഹെസ്കേൽ 36 എന്താ നമ്മൾ വായിച്ചേ? നിങ്ങളുടെ സകല അകൃത്യങ്ങളിൽ നിന്നും സകല മലിനതകളിൽ നിന്നും വിഗ്രഹങ്ങളിൽ നിന്നൊക്കെ ഞാൻ നിങ്ങളെ നിർമ്മലീകരിക്കും എന്നുള്ളൊരു കാര്യം നമ്മളിപ്പം നമ്മൾ യെഹെസ്കേലിലെ 36 അധ്യായത്തിലേക്ക് വരുവാണെങ്കിലും 36 അധ്യായത്തിന്റെ 25 ഞാനിപ്പം വായിച്ചു. സകല മലിനതകളെയും ഇന്ന് ആ നിർമ്മലജലം കളിക്കാനായിട്ട് കർത്താവ് കാത്തിരിക്കുവാണ്. നമ്മളിപ്പോ ഒരു കൊച്ചു കുഞ്ഞ് അഴുക്കിലെ ചെടിയിലൊക്കെ ചേറിലൊക്കെ കിടന്ന് ഉരുണ്ടൊക്കെ കളിച്ചിട്ട് വരുമ്പോൾ അതിനെ എങ്ങനെയെങ്കിലും ഒന്ന് കുളിപ്പിച്ച് വൃത്തിയാക്കാനായിട്ട് അപ്പനും അമ്മയാകുന്ന നമ്മൾ ആഗ്രഹിക്കും, അല്ലേ? എന്ന് പറയുന്നത് പോലെ കർത്താവ് കാത്തിരിക്കുവാണ്. അയ്യോ, എന്റെ മകളുടെ ജീവിതത്തിൽ ഈ ചെളിയും ചേറും ഒക്കെ ഉണ്ട്, അവനൊന്ന് എന്റെ അടുക്കലേക്ക് വരട്ടെ, ഞാൻ അവനെ ഒന്ന് കുളിപ്പിച്ച് വൃത്തിയാക്കാനായിട്ട്, നിർമ്മല ജലം തെളിക്കാനായിട്ട് അവിടുത്തെ ശുദ്ധരക്തം കർത്താവ് ആ അവസാന തുള്ളി രക്തവും ചൊരിഞ്ഞത് ആർക്ക് വേണ്ടിയാ? നമുക്ക് വേണ്ടി. അവിടെ ആ പാപയാഗമായി തീരണമെങ്കിൽ, കർത്താവ് ഒരു സിൻ ഓഫറിംഗ് ആയി തീരണമെങ്കിൽ, നമ്മള് ലേവ്യ പുസ്തകത്തില് വായിക്കുന്നുണ്ട്, ഒരു പാപയാഗമായി തീരണമെങ്കിൽ ആ കുഞ്ഞാടിന്റെ അവസാന തുള്ളി രക്തമൊക്കെയും ഊറ്റിക്കളയണം. ആ അൾത്താരയുടെ ചുവട്ടില് ഊറ്റിക്കളയണം. നമ്മളത് ലേവ്യപുസ്തകം, നമ്മളിവിടെ യെഹെസ്കേലിൽ നിന്ന് ഞാൻ കർത്താവിനോടുള്ള ആ ഒരു സ്നേഹബന്ധത്തിലേക്ക് വരുന്ന കാര്യം ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ലേവ്യപുസ്തകത്തിലേക്ക് നമ്മളൊന്ന് പോവുകയാണെങ്കിൽ അതിന്റെ 4-ാം അധ്യായത്തില് അവിടെ ഒരു പാപയാഗം, സിൻ ഓഫറിംഗ്, പലതരത്തിലുള്ള ഹോമയാഗത്തെക്കുറിച്ചും പാപയാഗത്തെക്കുറിച്ചും ഒക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ ഭോജനയാഗത്തെക്കുറിച്ചും ഒക്കെ വായിക്കുന്നുണ്ട്. അതിന്റെ 4-ാം അധ്യായത്തിലെ പാപയാഗം
ആരാ പാപയാഗമായി തീർന്നത്? യേശു ക്രിസ്തു കാൽവരി കുരിശില് പാപയാഗമായി തീർന്നത്. അപ്പൊ കർത്താവിന്റെ ആ സ്നേഹത്തിന്റെ ആഴം നമ്മൾ കാണുമ്പോഴാ ആ ആഴമാണ് നമ്മളിൽ നിന്നും ആഴത്തിലുള്ള ഒരു സ്നേഹം ഉണ്ടാകുവാൻ പരിശുദ്ധാത്മാവ് ഇടയാക്കുന്നത്. ആഴം ആഴത്തെ വിളിക്കുന്നു എന്നൊക്കെ സങ്കീർത്തനം 42 7 വാക്യത്തിൽ പറഞ്ഞു. ഡീപ് കോൾസ് ടു ദ ഡീപ്പ്. ആഴി ആഴിയെ വിളിക്കുന്നു, അല്ലെങ്കിൽ ആഴം ആഴത്തെ വിളിക്കുന്നു. കർത്താവിന്റെ ആ സ്നേഹത്തിന്റെ ആഴം. അമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല എന്ന് പറയുന്ന ഒരു സ്നേഹം. ഞാൻ നിന്റെ സകല വിഗ്രഹങ്ങളിൽ നിന്നും സകല മലിനതകളിൽ നിന്നും ഞാൻ നിന്നെ ഇപ്പൊ നിർമ്മലീകരിക്കുക എന്റെ കുഞ്ഞെ. അതിനായിട്ട് ഞാൻ കൊടുത്ത വില എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പാപയാഗമായി തീർന്നു. പാപയാഗമായിട്ട് തീർണമെങ്കിൽ അവസാനത്തുള്ളി ആ എല്ലാ രക്തവും കുറ്റിക്കളയണം. അത് നമ്മള് ലേവ്യപുസ്തകം 4-ാം അധ്യായത്തിലേക്ക് വരുവാണെങ്കിൽ അവിടെ പഴയ നിയമത്തില് കർത്താവ് കാൽവരി കുരിശില് 2000-ഓളം വർഷങ്ങൾക്ക് മുമ്പേ AD 30 കർത്താവ് അവിടെ ഗൊൽഗോഥ മലയില്, കാൽവരി മലയില് കർത്താവ് യെരൂശലേമിന് പുറത്തായിട്ട് എല്ലാവരാലും നിന്ദിക്കപ്പെട്ട് ത്യജിക്കപ്പെട്ട് കർത്താവ് അവിടെ പാളയത്തിന് പുറത്ത് യാഗമായി തീർന്നു. ഇവിടെയും കർത്താവ് ഈ യാഗമായി തീരുന്നതിന് എത്രയോ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പേ മോശയിലൂടെ ദൈവം ലേവ്യ പുസ്തകത്തില് അന്ന് അവർക്ക് ഇസ്രായേൽ മക്കൾക്ക് പല യാഗങ്ങളൊക്കെ അതിന്റെ ഒരു നിഴലായിട്ടുണ്ടായിരുന്നു. ആ യാഗങ്ങളുടെ ഒരു പൊരുളായിട്ടാ കർത്താവ് യാഗമായി തീർന്നത്. ഇവിടെ കർത്താവിന്റെ ആ പാപയാഗത്തിന്റെ ഒരു നിഴല് നമ്മള് ഇവിടെ ലേവ്യ പുസ്തകം നമ്മള് 4-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ അതിന്റെ 7-ാമത്തെ വാക്യം ഞാൻ വായിക്കും. ലേവ്യ പുസ്തകം 4-ാം അധ്യായത്തിന് 7-ാമത്തെ വാക്യം. പുരോഹിതൻ രക്തം കുറെ യഹോവയുടെ സന്നിധിയിൽ സമാഗമന കൂടാരത്തുള്ള സുഗന്ധവർഗത്തിൽ ധൂപപീഠത്തിന്റെ കൊമ്പുകളിൽ പുരട്ടണം. കാളയുടെ, അതായത് ഈ യാഗമൃഗത്തിന് ശേഷം രക്തം മുഴുവനും എന്ത് ചെയ്യണം? സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കൽ ഉള്ള ഹോമയാഗ പീഠത്തിന്റെ ചുവട്ടിൽ ഒഴിച്ചു കളയണം. ഓൾ ദ ബ്ലഡ് ഓഫ് ദ ബുൾ. അതുകൊണ്ട് കുറച്ചുകൂടെ കഴിയുമ്പോഴും അതിന്റെ 12-ാമത്തെ വാക്യത്തില് യേശു കർത്താവിന്റെ സ്നേഹത്തിന്റെ ആഴം ഞാൻ ഈ പറഞ്ഞു വരുന്നത്. അവൻ പാളയത്തിന് പുറത്ത് വെണ്ണീറിടുന്ന വെടിപ്പുള്ള സ്ഥലത്ത് കൊണ്ടുപോയി വിറകന്മേൽ വെച്ച് തീയിട്ട് ചുട്ട് കളയണമെന്ന് വായിക്കുമ്പോൾ ആരാ പാളയത്തിന് പുറത്ത് നിന്ന് സഹിച്ചു പോയത്? യേശു കർത്താവ്. നമ്മൾ എബ്രായർ 13-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തില് അവൻ പാളയത്തിന് പുറത്ത്, ആ യഹൂദന്മാരുടെ ഒരു മതപരമായ ലൗകികമായ ഒരു പാളയം ഉണ്ടായിരുന്നു. എന്നാൽ ആ പാളയത്തിന് പുറത്തായിരുന്നു യെരൂശലേമിന് വെളിയിൽ ഏറ്റവും മോശപ്പെട്ട ക്രിമിനലുകളെ കുറ്റവാളികളെയാണ് അവര് ക്രൂശിക്കുന്നത്. റോമൻ ഗവൺമെന്റിന്റെ ഏറ്റവും നീചമായ ശിക്ഷാരീതിയായിരുന്നു എന്ത്? ക്രൂശ് മരണം. അന്ന് ഏത് ഗവൺമെന്റ് ആയിരുന്നു ഇസ്രായേലിനെ ഭരിച്ചത് കർത്താവ് ഈ ഭൂമിയിൽ ജീവിച്ചപ്പോ? റോമൻ ഗവൺമെന്റ് ആയിരുന്നു. അപ്പൊ റോമൻ ഗവൺമെന്റ് ഏറ്റവും മോശപ്പെട്ട ശിക്ഷാരീതിയാണ് ഈ ക്രൂശ് മരണം. ഏറ്റവും ഒന്നിനും നമ്മളിപ്പം വധശിക്ഷ എന്ന് പറയുന്നത് പോലെ ഒരു ദയക്കും അർഹിക്കാത്തവരെയാണ് അവര് നമ്മുടെ ഇന്ത്യൻ ശിക്ഷാ നിയമത്തില് വധശിക്ഷയ്ക്ക് വിധേയരാക്കുന്നതെന്ന് പറയുന്നത് പോലെ അന്ന് ഏറ്റവും നീചരായിട്ടുള്ള കുറ്റവാളികളെ മാത്രമേ അവരെന്ത് ചെയ്യത്തുള്ളൂ? ക്രൂശിച്ച് കൊല്ലത്തുള്ളൂ. അപ്പൊ അങ്ങനെ കർത്താവിനെ പാളയത്തിന് പുറത്ത്, അപ്പൊ നമുക്ക് എനിക്ക് വേണ്ടി കർത്താവ് പാപയാഗമാകാൻ വേണ്ടി കർത്താവ് പാളയത്തിന് പുറത്ത് അവിടെ അഗ്നിയിൽ വെന്തൊരുകി, പിതാവിന്റെ ക്രോധത്തിയില് വെന്തൊരുകിയ കാര്യം അതിന്റെ 18-ാമത്തെ വാക്യം വായിച്ചു. ലേവ്യർ 4-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം. അവൻ സമാഗമന കൂടാരത്തിൽ യഹോവയുടെ സന്നിധിയിലുള്ള പീഠത്തിന്റെ കൊമ്പുകളിൽ കുറെ പുരട്ടണ ശേഷം രക്തം മുഴുവനും സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കുള്ള ഹോമയാഗ പീഠത്തെങ്കിൽ ഒഴിച്ചു കളയണം. യേശുവിന്റെ രക്തം മുഴുവനും അവിടെ കാൽവരി കുരിശിൽ നമ്മൾ പലപ്പോഴും പ്രാർത്ഥനയിലെ ഒരുപക്ഷെ ഭംഗിവാക്കായിട്ട് കർത്താവ് അവസാനമുള്ള രക്തം എനിക്ക് വേണ്ടി ചൊരിഞ്ഞല്ലോ എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ യഥാർത്ഥത്തിൽ അങ്ങനെ കർത്താവ് അവസാനമുള്ള രക്തം നമുക്ക് വേണ്ടി ചൊരിഞ്ഞായിരുന്നോ? ഈവൻ അതിന്റെ 25-ാമത്തെ വാക്യം ലേവ്യർ 4-ന്റെ 25. പിന്നെ പുരോഹിതൻ പാപയാഗത്തിന്റെ രക്തം വിരൽ കൊണ്ട് കുറെ എടുത്ത് ഹോമയാഗ പീഠത്തിന്റെ കൊമ്പുകളിൽ പുരട്ടി ശേഷം രക്തം ഹോമയാഗ പീഠത്തിന് ചുവട്ടിൽ ഒഴിച്ചു കളയണം. ഈവൻ ഈ ലേവ്യർ 16-ാം അധ്യായത്തില് അവിടെ 7 തവണ ഈ പാപയാഗം അവിടെ മഹാപാപ പരിഹാര ദിനത്തെ കുറിച്ച് പറയുക. ലേവ്യ പുസ്തകം 16-ാം അധ്യായത്തില് അവിടെ മഹാപാപ പരിഹാര ദിനത്തില് അവിടെ ആണ്ടിലൊരിക്കൽ മഹാപുരോഹിതൻ അതിവിശുദ്ധ സ്ഥലത്തേക്ക് പോകുമ്പോൾ 7 തവണ ഈ കുഞ്ഞാടിന്റെ രക്തം അവിടെ കൃപാസനത്തിങ്കിൽ, മേഴ്സി സീറ്റിലെ കരുണയുടെ ഇരിപ്പിടം അല്ലെങ്കിൽ കൃപാസനത്തിങ്കിൽ തളിക്കണം എന്നുള്ളൊരു കാര്യം അതിന്റെ 14-ാമത്തെ വാക്യം 15-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് കണ്ടോ? ലേവ്യ പുസ്തകം 16-ന്റെ 14. അത് യേശുവിനാ നിവർത്തിയായത്. എന്തിനു വേണ്ടിയാ? എന്നോടുള്ള ഒരു സ്നേഹബന്ധത്തിലേക്ക് വരാൻ വേണ്ടി കർത്താവ്
പാപയാഗമായി തീരാൻ വേണ്ടി കർത്താവിന്റെ സ്നേഹത്തിന്റെ ആഴമാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. 14-ാമത്തെ വാക്യം, അവൻ കാളയുടെ രക്തം കുറെ എടുത്ത്, ലേവ്യപുസ്തകം 16:14, അവൻ കാളയുടെ രക്തം കുറെ എടുത്ത് വിരൽ കൊണ്ട് കിഴക്കോട്ട് കൃപാസനത്തിന്മേൽ തളിക്കണം. അവൻ രക്തം കുറെ തന്റെ വിരൽ കൊണ്ട് കൃപാസനത്തിന് മുമ്പിലും 7 പ്രാവശ്യം തളിക്കണം. കർത്താവ് 7 പ്രാവശ്യം രക്തം ചിന്തിയോ? കർത്താവ് ആദ്യ രക്തം ചിന്ത എവിടാന്ന് ചോദിച്ചാൽ, കർത്താവ് ലൂക്കോസ് 22:44 കർത്താവ് തന്റെ വിയർപ്പ് രക്തമായി തീർന്നതായിട്ട് നമ്മൾ ഗെത്സമനെ തോട്ടത്തില് ലൂക്കോസ് 22:44 നമ്മൾ വായിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കർത്താവിനെ പിലാത്തോസ് എന്ത് ചെയ്തു? പുറം അടിക്കുമാറാക്കി, സ്കേഴ്സ് ദ ബാക്ക്, ആ പുറമെല്ലാം ഉഴുവുചാല പോലെ ഉഴുതു മറിച്ചു എന്നൊക്കെ നമ്മൾ 129-ാം സങ്കീർത്തനത്തിന്റെ 3-ാമത്തെ വാക്യത്തിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. ആ പുറത്തുനിന്നുള്ള രക്തമെല്ലാം കർത്താവ് ആ പാപയാഗത്തിന്റെ യാഗമൃഗത്തിന്റെ അവസാനത്തുള്ള രക്തവും ചൊരിയണം എന്ന് പറയുമ്പോൾ കർത്താവിന്റെ ജീവിതത്തിൽ കർത്താവ് നമുക്ക് വേണ്ടി ആ സ്നേഹത്തിന് നമ്മളോടുള്ള സ്നേഹത്തെ പ്രതി, നമ്മളോടുള്ള എന്നെ വീണ്ടെടുക്കാനായിട്ട് എന്നോടുള്ള ആ ഒരു സ്നേഹത്തെ പ്രതി കർത്താവ് അവസാനത്തുള്ള രക്തവും ചൊരിഞ്ഞു എന്നുള്ള കാര്യം ഞാൻ ഈ പറഞ്ഞു വരുന്നത്. അവസാനത്തുള്ള രക്തവും ചൊരിയാനായിട്ട് കർത്താവ്, നമ്മളിപ്പം വായിച്ചു എന്താ, ലൂക്കോസ് 22:44, ഞാൻ ആ വാക്യങ്ങളിലേക്ക് പോകുന്നില്ല, സമയക്കുറവുകൾ നിങ്ങൾക്ക് എഴുതി വെക്കാം. പിന്നെ പുറമെല്ലാം കൂടെ അടിക്കപ്പെട്ട കാര്യം നമ്മൾ മത്തായി 27:26 വായിക്കുന്നുണ്ട്. യോഹന്നാൻ 19:1 വാക്യത്തിലും വായിക്കുന്നുണ്ട്. യോഹന്നാൻ 19:1 മത്തായി 27:26 ഒക്കെ കർത്താവിന്റെ പുറം ഉഴവചാല് പോലെ അവര് സ്കേഴ്സ്ഡ് എന്നുള്ളൊരു കാര്യം വായിക്കുന്നുണ്ട്. പിന്നെ കർത്താവിന്റെ അപ്പൊ 2-ാമത്തെ രക്തച്ചൊരിച്ചിലായില്ലേ, ആദ്യം വിയർപ്പ് രക്തമായി, പിന്നെ പുറമെല്ലാം കൂടെ ഉഴുതു മറിച്ചു, പുറത്തുനിന്നെല്ലാം രക്തം. അന്നത്തെ ആ റോമൻ പടയാളികളുടെ ആ ഒരു ചാട്ടവാർ അടി എന്ന് പറഞ്ഞാല് എന്താ, ഈ മുള്ളുകളും മെറ്റൽ പീസസും കല്ലുകളും ഒക്കെ വെച്ചുള്ള ചാട്ടവാറ് കൊണ്ടായിരിക്കും അവര് അടിക്കുന്നത്. അപ്പൊ ആ അടിയുടെ ആഘാതത്തിൽ മാംസത്തിൽ വന്ന് കൊണ്ട് മാംസം ഇങ്ങനെ പറഞ്ഞു വന്ന്, അപ്പൊ എന്തിനു വേണ്ടിയാ കർത്താവ് അതൊക്കെ സഹിച്ചേ? എനിക്ക് വേണ്ടി രക്തം ചിന്താൻ വേണ്ടിയാണ്. ആ അടിപ്പിടലുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് നമ്മൾ 1 പത്രോസ് 2-ന്റെ അവസാനം നമ്മൾ വായിക്കുന്നുണ്ട്. ഞാനീ പറഞ്ഞു വരുന്ന വെച്ചാൽ കർത്താവിന്റെ ആ സ്നേഹത്തിന്റെ ഒരു ആഴം, ആ ഒരു വ്യക്തിപരമായിട്ട് എന്നെ നേടാനായിട്ട്, ഈ ലോകത്ത് വേറെ ഒരു പാപി ഇല്ലായിരുന്നെങ്കിൽ പോലും എന്നെ നേടാനായിട്ട് കർത്താവ് വന്ന് ഇതുപോലെ മരിക്കുമായിരുന്നു. അതുപോലെ യേശു കർത്താവ് എന്നെ വ്യക്തിപരമായിട്ട് സ്നേഹിക്കുന്നു എന്ന് ഇന്ന് നമ്മളത് ഹൃദയത്തിൽ ഏറ്റെടുക്കാൻ വേണ്ടിയാണ്. ആ കർത്താവിന്റെ സ്നേഹം കണ്ട് ആ സ്നേഹത്തിന് മുമ്പാകെ നമ്മളെ തന്നെ ഒന്ന് സമർപ്പിച്ചു കൊടുക്കാനായിട്ട്, നമ്മളുടേതായ എന്തെങ്കിലുമൊക്കെ, നമ്മളുടേതായ സ്വയത്തിൻ്റെതായ ചില രീതികളും ചില പാപങ്ങളും പാപ സ്വഭാവങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇപ്പം തന്നെ കർത്താവ് എത്ര വില ചൊരിഞ്ഞ കർത്താവ് എത്ര ഒരു വില കൊടുത്താണ് എനിക്ക് വേണ്ടി രക്തം ചൊരിഞ്ഞത്. ആ ഒരു നിർദോഷമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം 1 പത്രോസ് 1:18-19 വാക്യങ്ങളിൽ അത് നമ്മൾ വായിക്കുന്നുണ്ട്. ആ ഒരു കർത്താവിന്റെ വിലയേറിയ രക്തം എന്ന് പറയുമ്പോൾ അത്രമാത്രം നൊന്തും നീറിയും പിടഞ്ഞും ആ കർത്താവ് ആ രക്തം ചൊരിഞ്ഞത്. അപ്പൊ ആ ഒരു പുറം ഉഴവുചാല പോലെ എന്ന് നമ്മള് സങ്കീർത്തനം 129 ആ ഒരു സങ്കീർത്തനക്കാരന് കർത്താവിന്റെ ആ ഒരു 129-ന്റെ 3-ാമത്തെ വാക്യം, ഉഴവുകാർ എന്റെ മുതുകിന്മേൽ ഉഴുതു, ഉഴവുചാലുകളെ അവർ നീളത്തിൽ കീറി. മുതുക് ഉഴുതത് പോൽ എന്നൊക്കെ നമ്മൾ പല പാട്ടുകളിലൊക്കെ നമ്മൾ പാടുന്നുണ്ട്. പാപത്തിൻ മാവിഷത്തെ ഒഴിപ്പാൻ എന്നുള്ളൊരു പാട്ട്. പാപത്തിൻ മാവിഷത്തെ ഒഴിപ്പാൻ സാത്താൻ തന്നോട് ബലമഴിപ്പാൻ രക്ഷകനെ ക്ഷിതിയിൽ വന്ന യേശുവിനു മഹത്വം, യേശുവിനു മഹത്വം, മഹത്വം, യേശുവിനു മഹത്വം. കുരിശിലവൻ മരിച്ചെൻ പേർക്കാ യേശുവിനു തന്മുഖ പങ്കജമതിലടിച്ചു, മുൾമുടി തലയിൽ ചാഞ്ഞടിച്ചു, മുതുകിനെ ഉഴുതതു പോൽ തകർത്തു, യേശുവിനു മഹത്വം,
യേശുവിനു മഹത്വം, മഹത്വം, യേശുവിനു മഹത്വം. ക്രൂരിശിലവൻ മരിച്ചെൻ പേർക്കാ, യേശുവിനു മഹത്വം. അതെ, അതെ, തന്മുഖ പങ്കജം അതിലടിച്ചു, മുൾമുടി തലയിൽ വെച്ച് ആഞ്ഞടിച്ചു, മുതുകിനെ ഉഴുതതുപോൽ തകർത്തു. യേശുവിന് മഹത്വം. കർത്താവിന്റെ ആ മുതുക് ഉഴവുചാൽ പോലെ, അതാ നമ്മളിപ്പോ 129 സങ്കീർത്തനത്തിന്റെ 2ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ച്. പിന്നെ അപ്പം കർത്താവിന്റെ വേർപ്പ് രക്തമായി തീർന്ന കാര്യം പറഞ്ഞു. രണ്ടാമത് മുതുക് എന്താ ഉഴുവുചാല് പോലെ അവിടെ എല്ലാം രക്തം വാർന്നൊഴുകിയ കാര്യം നമ്മൾ വായിച്ചു. പിന്നെ മൂന്നാമത് തലയിൽ നിന്ന് ഉള്ള തലയിൽ മുൾമുടി വെച്ച് ആഞ്ഞടിച്ച കാര്യം നമ്മളത് മത്തായി 27-ന്റെ 29-30 എന്നോട് പറയുമായിരുന്നു, നിങ്ങളോട് ആരോടെങ്കിലും വചനം എടുത്ത് വായിക്കാൻ പറയുവാണെങ്കിൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞു. ഓഡിയൻസിൽ നിന്ന് ആരെങ്കിലും എടുത്ത് വായിക്കുന്നു? മത്തായി 27-ന്റെ 29-30 എടുത്ത് വായിക്കാവോ? അതെ, അതെ, അതെ. രാജാവെ ജയ ജയ പറഞ്ഞു. പിന്നെ അവന്റെ മേൽ തുപ്പി കോലെടുത്ത് അവന്റെ തലയിൽ അടിച്ചു. അതെ, അത്രയും മതി. സ്വന്തം വസ്ത്രം ധരിച്ചു. അതെ, അതെ. അപ്പൊ ആ ഒരു കർത്താവ് എനിക്ക് വേണ്ടി ആ പാപയാഗമാകുന്ന ആ മൃഗം, യാഗമൃഗം, ആ രക്തം മുഴുവനും എന്താ ആ സുഗന്ധപീഠത്തിന് മുമ്പാകെ, യാഗപീഠത്തിന് മുമ്പാകെ രക്തം മുഴുവനും ഒഴുക്കണമെന്നുള്ള കാര്യം നമ്മൾ ലീബർ 4-ാം അധ്യായത്തിൽ കണ്ടു. അപ്പൊ കർത്താവ് എന്നോടുള്ള ആ ഒരു നിർമ്മല ഏകാഗ്രമായിട്ടുള്ള ആ ഒരു സ്നേഹത്തിലേക്ക് ഞാൻ വരുന്നതിനായിട്ട് കർത്താവിന്റെ ആ ഒരു സ്നേഹത്തിന്റെ ആഴവ നമ്മൾ കാണുന്നത്. അപ്പൊ അവസാന തുള്ളി രക്തവും ശരിയണമെങ്കിൽ വേർപ്പ് രക്തമാക്കി മുതുകിന്മേൽ നിന്നുള്ള രക്തം ഒഴുകി ഇപ്പം തലയിൽ നിന്നുള്ള രക്തം ഒഴുകുന്ന കാര്യം നമ്മൾ വായിച്ച്. തലയിൽ നിന്നുള്ള രക്തം അവിടെ മുൾമുടി വെച്ച് ആഞ്ഞടിച്ച കാര്യമാണ് പറയുന്നത്. ബെറ്റ് ഹിം ഓൺ ദ ഹെഡ്. 30-ാമത്തെ വാക്യത്തില് എന്താ നമ്മൾ വായിച്ച്? അവന്റെ തലയിൽ അടിച്ചു, അവന്റെ മേൽ തുപ്പി, കോലെടുത്ത് അവന്റെ തലയിൽ അടിച്ചു എന്നുള്ളൊരു കാര്യം. അപ്പോ തലയിൽ നിന്നുള്ള രക്തം. പിന്നെ ആ കർത്താവ് അവിടെ ആ ചുവപ്പ് കൊണ്ടുള്ള മേലങ്കി മാറ്റിയിട്ട് സ്വന്തം ഉടുപ്പ് ധരിപ്പിക്കുമ്പോ ആ മേലങ്കി മാറ്റുമ്പം എന്താ രക്തമൊക്കെ കട്ട പിടിച്ചിരുന്ന അതെല്ലാം കൂടെ മാംസം കൂടെ ഒക്കെ ഇളകി വരും. അപ്പൊ അത്രയും കൂടെ രക്തം ഒഴുക്കും. പലപ്പോഴും ഈ റോമൻ പടയാളികളുടെ ആ ഒരു ചാട്ടവാറടിയിൽ തന്നെ ക്രൂശിക്കപ്പെടാൻ പോകുന്ന ആ ക്രിമിനലുകള് ആ ക്രൂശീകരണം വരെ നിൽക്കത്തില്ല, അതിനു മുമ്പ് തന്നെ ആ ഷോക്കിൽ തന്നെ മരിച്ചു വീഴുന്ന രംഗങ്ങളൊക്കെ ചരിത്രകാരന്മാര് രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു അതിഘോരമായിട്ടുള്ള ഒരു അതിലൂടെ എന്നെ വീണ്ടെടുക്കാനായിട്ട് അവിടെ എല്ലാം കർത്താവ് എന്താ ആലോചിച്ചേ? നമ്മുടെ ഓരോരുത്തരുടെ പേര്, എന്റെ മകന്, എന്റെ മകള്, അവൾക്കായിട്ടാണ് ഞാൻ ഈ രക്തം ചൊരിയുന്നത്. ഇന്ന് നമ്മളുടെ ജീവിതത്തില് നമ്മളുടെ സ്വന്തം വഴികളില് കർത്താവിന് പ്രസാദകരമല്ലാത്ത പല കാര്യങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ അവിടെ നമ്മൾ ആലോചിക്കേണ്ടത് എന്താ? കർത്താവ് എനിക്ക് വേണ്ടി കൊടുത്ത ആ ഒരു രക്തത്തിന്റെ വില. അപ്പൊ മൂന്നാമത് നമ്മളിപ്പോ എന്താ കണ്ട്? തലയിൽ നിന്നുള്ള രക്തം. അപ്പം വേർപ്പ് രക്തമായി, മുതുകിൽ നിന്ന് രക്തം ഉഴുവചാല പോലെ ഉഴുതു. പിന്നെന്താ? തലയിൽ നിന്ന് രക്തം ഒഴുകി. നാലാമത് കർത്താവിന്റെ കരങ്ങള്. നമ്മൾ ലൂക്കോസ് 24-40 ആരെങ്കിലും എടുത്ത് വായിക്കാവോ? എല്ലാവരും എടുക്കാം. ലൂക്കോസ് 24-40 വാക്യം. ലൂക്കോസ് 24-ന്റെ അതെ, 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 കൈയും കാലും. അപ്പൊ കൈയും കാലും ഇതിവിടെ പുനരുദ്ധാനം ചെയ്തതിന് ശേഷമാണ് പറയുന്നത്. കൈയും കാലും കാണിച്ചു എന്ന് പറയുമ്പം കൈയും കാലിലും എന്തുണ്ടായിരുന്നു? ആണിപ്പഴുതുണ്ടായിരുന്നു. നമ്മളത് യോഹന്നാൻ 20-27 തോമസിന് കർത്താവ് പ്രത്യക്ഷപ്പെടുന്ന രംഗത്ത് അവിടെ വായിക്കുന്നുണ്ട്. ഇവിടെ ലൂക്കോസ് 24-40 പുനരുദ്ധാനം ചെയ്തതിന് ശേഷം, ഉദ്ധാനം ചെയ്തതിന് മുമ്പ് ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ കൈയും കാലും കാണിച്ചു എന്ന് പറയുമ്പോൾ കയ്യിലും കാലിലും എന്തുണ്ട്? ആണിപ്പഴുതുണ്ട്. അതുകൊണ്ടാ കൈയും കാലും കാണിച്ച്. ആ ആണിപ്പഴുത് നമ്മള് യോഹന്നാൻ 20-ാം അധ്യായത്തില് 20-27 തോമസിന് ദൈവം കർത്താവ് പ്രത്യക്ഷപ്പെടുന്ന കാര്യം. തോമസിന് പ്രത്യക്ഷപ്പെടുന്ന ശരിക്കും ആർക്ക് വേണ്ടി കർത്താവ് പ്രത്യക്ഷപ്പെട്ടെന്ന് ചോദിച്ചാൽ നമ്മൾ മലയാളികൾക്ക് വേണ്ടിയൊക്കെയാണെന്ന് പറയേണ്ടി വരും, അല്ലേ? തോമസ് ആണ് ആദ്യം ഈ സുവിശേഷമായിട്ട് AD 52 കേരളക്കരയിലെത്തി. അവസാനം ചെന്നൈക്ക് അടുത്ത് മൈലാപ്പൂരില് അദ്ദേഹം രക്തസാക്ഷിയായി തീർന്ന കാര്യമൊക്കെ ചരിത്രം എത്ര വ്യക്തമായിട്ട് രേഖപ്പെടുത്തുന്നുണ്ടെന്നുള്ള കാര്യം നമുക്കറിയാം. അന്ന് 1-ാം നൂറ്റാണ്ടിൽ തന്നെ സുവിശേഷത്തിന്റെ വെളിച്ചം കേരളത്തിലേക്ക് വീശിയത് കൊണ്ടാണ് പിന്നെ സാക്ഷരതയും ബാക്കി ഒത്തിരി പുരോഗമനങ്ങളൊക്കെ പല നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിനെക്കാട്ടിലും മുമ്പേ നമ്മളുടെ ഈ പ്രദേശത്തേക്ക് ആ ഒരു വെളിച്ചം വീശുവാൻ ഇടയായി തീർന്നത്. അപ്പൊ തോമസിന് ഒരു ഡൗട്ടൊന്നും ഇല്ലാതെ, ഒരു
സംശയമൊന്നും ഇല്ലാതെ അവൻ വിശ്വസിക്കാൻ വേണ്ടി എന്ന് വെച്ചാൽ കേരളക്കരയിൽ ഇനി വരാൻ പോകുന്നത് ഇന്ന മകനുണ്ട്, ഇന്ന മകളുണ്ട്, അവർക്ക് വേണ്ടി അവിടെ ചെന്ന് സുവിശേഷം ഇപ്പോഴേ ചെന്ന് ആ സുവിശേഷത്തിന്റെ ജ്വാല പരത്താൻ വേണ്ടി തോമസേ നീ ഒരു ഡൗട്ട് കൂടാതെ വിശ്വസിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് അവിടെ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യം വായിക്കാവോ? അതെ, അതെ. നിന്റെ വിരൽ ഇങ്ങോട്ട് നീട്ടി എന്റെ കൈകളെ കാണുക, നിന്റെ കൈ നീട്ടി എന്റെ വിലാപ്പുറത്ത് ഇടുക എന്നുള്ളൊരു കാര്യം പറയുന്നത്. അപ്പൊ അവിടെ ആ വിലാപ്പുറത്ത് കർത്താവ് വിലാപ്പുറത്തുള്ള ആ മുറിവുകള്, വിലാപ്പുറത്തിന്റെ മുറിവുകൾ, അതിനൊക്കെ ഞാൻ പറഞ്ഞു വരുന്നതേ ഉള്ളൂ. അതിന്റെ ആ 25-ാമത്തെ വാക്യം വായിക്കാവോ? അവന്റെ വിലാപ്പുറത്ത് കൈയിടുകയും ചെയ്തിട്ടല്ലാതെ വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞാണ് അവനോട് അങ്ങനെയാണെങ്കിൽ ഞാൻ വിശ്വസിക്കത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പം എന്ത് ചെയ്തു ദൈവം? ശിഷ്യന്മാരോടാ പറഞ്ഞത്. യേശു അപ്പൊ അവിടെ പ്രതിദാനം ചെയ്ത യേശു അവിടെ ഉണ്ടായിരുന്നോ? ഇല്ല. 8 ദിവസം കഴിഞ്ഞപ്പോ എന്ത് സംഭവിച്ച്? 26-ാമത്തെ വാക്യം. 8 ദിവസം കഴിഞ്ഞിട്ട് അതെ പിന്നെ തോമസിനോട് അതെ, അതെ, അതെ. നിന്റെ വിരൽ ഇങ്ങോട്ട് നീക്കി എന്റെ കൈകളെ കാണുക. അപ്പൊ കയ്യിൽ എന്തുണ്ട്? ആണിപ്പഴുതുണ്ട്. അപ്പം കയ്യിലൂടെ കർത്താവിന്റെ അപ്പൊ ഒരു 4-മതായിട്ട് ഞാൻ വിയർപ്പ് രക്തമാവുന്ന കാര്യം പറഞ്ഞു. മുതുക് ഉഴുതതുപോലെ ആയി, മുതുകിൽ നിന്നുള്ള രക്തച്ചൊരിച്ചില്. 3-മത് തലയിൽ നിന്നുള്ള രക്തച്ചൊരിച്ചില്. 4-മത് കൈകളിൽ നിന്നുള്ള രക്തച്ചൊരിച്ചിലാണ് നമ്മൾ ലൂക്കോസ് 24:40 20 27 ആ കൈ ആണിപ്പഴുതുണ്ട് എന്നുള്ള ഒരു സൂചന. ആ വിരലിടുക, ഒരു വിരലിടാൻ തക്കവണ്ണം അത്രയും ആഴത്തിലുള്ള, അത്രയും വലിയൊരു മുറിവ്, ഒരു കൈ ഇടാൻ പറ്റുന്ന വണ്ണം വിലാപ്പുറത്തുള്ള ഒരു അത്രയും വിടവുണ്ടായിരുന്നു. വിലാപ്പുറത്ത് എന്ന് പറഞ്ഞാൽ നെഞ്ചിന്റെ അടുത്ത് സൈഡില് ഒരു വിടവുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു 4-മത്തെ കാര്യം കയ്യിൽ നിന്നുള്ള രക്തച്ചൊരിച്ചില്. പിന്നെ 5-മത് കാലിൽ നിന്നുള്ള രക്തച്ചൊരിച്ചിൽ. അതും നമ്മൾ കർത്താവിന്റെ കാലിൽ ആണിയടിച്ചു എന്നുള്ളതിന്റെ സൂചന നമ്മളിപ്പം ലൂക്കോസ് 24:40 അത് വായിച്ചു. എന്റെ കൈയും കാലും കാണുക. കാലും കാണുക എന്ന് പറയുമ്പോൾ കാലിൽ എന്തുണ്ട്? ഈ ആണിപ്പഴുതുണ്ട്. അതുകൊണ്ട് ആ കാര്യം കാണുക എന്ന് ഞാൻ യേശുക്രിസ്തു ആണെന്നുള്ള കാര്യം അവർക്ക് പ്രതിദാനം ചെയ്ത കർത്താവിനെ തിരിച്ചറിയാൻ വേണ്ടി കർത്താവ് അത് പറയുന്നു. അപ്പൊ 5-മത് കാലിൽ നിന്നുള്ള രക്തച്ചൊരിച്ചില്. 6-മത് വിലാപ്പുറത്തു നിന്നുള്ള, സൈഡിൽ നിന്നുള്ള രക്തച്ചൊരിച്ചിൽ. അതാണ് യോഹന്നാൻ 19-ന്റെ 34-മത്തെ വാക്യം. ഇത് യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിന് 34 എന്താ വായിക്കുന്നേ? അതെ, കുത്തി. പടയാളികളിൽ ഒരുത്തിന് കുന്തം കൊണ്ട് അവന് വിലാപ്പുറത്ത് കുത്തി. വിലാപ്പുറത്തു നിന്നും അവസാനത്തുള്ളി രക്തവും ചുരിയാനായിട്ടാ കർത്താവ് എന്ത് ചെയ്തേ? തന്റെ വിലാപ്പുറവും കാണിച്ചു കൊടുത്തു. അവസാനത്തുള്ളി രക്തവും എന്റെ മകനായിട്ട്, എന്റെ മകൾക്കായിട്ട് ചൊരിയാനായിട്ട്. അപ്പൊ 6-മതുള്ള രക്തച്ചൊരിച്ചിൽ വായിച്ചു. അപ്പൊ 7-മതുള്ള രക്തച്ചൊരിച്ചില് എന്താന്ന് ചോദിച്ചാൽ നമ്മള് യെശയ്യാവിന്റെ പുസ്തകം 53-ാം അധ്യായത്തിന്റെ 5-മത്തെ വാക്യത്തില് അവിടെ കർത്താവിന്റെ ആന്തരിക രക്തസ്രാവത്തെ കുറിച്ച് അടികളാല് കർത്താവിന് ഹി വാസ് ബ്രൂയിസ്ഡ് എന്നുള്ളൊരു കാര്യം നമ്മൾ വായിക്കുന്നുണ്ട്. ദേഹം മൊത്തമുള്ള ബ്രൂയിസസ്. അതാ നമ്മള് യെശയ്യാവ് 53-ാം അധ്യായത്തിന്റെ 5-മത്തെ വാക്യത്തില് യെശയ്യാവ് 53 മൊത്തം ആ ഒരു ക്രൂശീകരണത്തിന്റെ കാര്യം. ഒരു ക്രൂശീകരണം ഒരാളെ കണ്ട് ദൃക്സാക്ഷിയായ വിവരണം പോലെ എഴുതുന്ന ഒരു അധ്യായമാണ് 53-ാം അധ്യായം. യെശയ്യാവ് 53-ാം അധ്യായം. എന്നാൽ യെശയ്യാവ് 53-ാം അധ്യായം എപ്പോഴാണ് എഴുതപ്പെട്ടെ? കർത്താവ് ക്രൂശിക്കപ്പെടുന്നതിന് എത്ര വർഷങ്ങൾ മുമ്പായിട്ടാ? 700ഓളം വർഷങ്ങൾക്ക് മുമ്പായിട്ട് യെശയ്യാവ് പ്രവാചകൻ പ്രവചനാത്മാവിൽ എഴുതിയത്. ബൈബിൾ ദൈവവചനമാണോ എന്നൊക്കെ ചിലരൊക്കെ ഡൗട്ടൊക്കെ പറയുമ്പോൾ ഇന്ന് യഹൂദന്മാരുടെ കയ്യിലിരിക്കുന്ന ആ പഴയ നിയമത്തിലെ യെശയ്യാവ് 53-ാം അധ്യായത്തില് എന്താ? ഒരു ക്രൂശീകരണത്തിന്റെ ചിത്രമാണ് നമ്മൾ എത്രയും വ്യക്തമായിട്ട് കാണുന്നത്. അത് എപ്പോ എഴുതപ്പെട്ട? യെശയ്യാവ് കർത്താവ് BC 4-ലാണ് ജനിക്കുന്നതെങ്കിൽ BC 700-കളിലാണ് ആര് എഴുതിയത്? യെശയ്യാ പ്രവാചകൻ എഴുതിയത്. എന്താ? ഈ ക്രൂശീകരണത്തിന്റെ കാര്യം അവിടെ മൊത്തവും എഴുതി വെച്ചിരിക്കുന്നത്. ആ വ്യസനപാത്രത്തെ കുറിച്ചൊക്കെ 3-മത്തെ വാക്യത്തിലൊക്കെ പറഞ്ഞ് അതിന്റെ 5-മത്തെ വാക്യം വായിക്കാവൂ. എന്നാൽ അവൻ നമ്മളുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നു ഇരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി, അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. ആ ഒരു അടിപ്പിണരുകൾ, ആ ഒരു സ്കേർജിങ്. ഹി വാസ് പിയേഴ്സ് ത്രൂ ഫോർ അവർ ട്രാൻസ്ഗ്രഷൻസ് എന്നുള്ളൊരു കാര്യം. ആ പിയേഴ്സ് ത്രൂ, ഹലാദ് എന്ന് പറഞ്ഞൊരു എബ്രായ പദവ. പിയേഴ്സ്, വൂണ്ടഡ്, ബ്രൂയിസ്ഡ്, ബോർ ത്രൂ, അങ്ങനെ കുത്തിക്കിഴിക്കുന്ന ഒരു കാര്യം നമ്മളിവിടെ വായിക്കുന്നത്. അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും അകൃത്യങ്ങൾ നിമിത്തം തകർന്നു ഇരിക്കുന്നു. ആ ഒരു
ആന്തരികമായിട്ടുള്ള ഇന്റേണൽ ബ്രൂയിസസ്, ആ ഒരു ബ്രൂയിസസ് ഓൾ ഓവർ ദ ബോഡി, ഇന്നർ ബ്ലീഡിങ്, അങ്ങനെ ഏഴാമത് ഒരു രക്തച്ചൊരിച്ചിൽ. അപ്പൊ അത്രയും ആ അവസാനത്തുള്ള രക്തവും ചെരിയാനായിട്ട് നമ്മെ സ്നേഹിച്ച ഒരു കർത്താവ്, ആ കർത്താവിന്റെ സ്നേഹമാണ് ഞാൻ ഇന്ന് പകൽക്കാലം കുറച്ച് സമയം, നമ്മളിപ്പോ ഒരു പാട്ടൊക്കെ പാടി ഒരു ചെറിയ ബ്രേക്ക് എടുക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് എല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. എല്ലാവർക്കും നമുക്ക് എഴുന്നേറ്റ് നിന്ന് നമ്മൾ ഇതുവരെ കേട്ട ഒരു ദൈവവചനത്തിന് മുമ്പായിട്ട് നമുക്ക് നമ്മെ തന്നെ ഒന്ന് സമർപ്പിക്കാം. അതിനുശേഷം നമുക്ക് ഒരു ചെറിയൊരു ഇടവേളയോ കുറച്ച് പാട്ടുകൾ പാടുവോ, അതിനുശേഷം പിന്നെ കുറച്ചുകൂടെ സമയമൊക്കെ നമുക്ക് ആ, കുടുംബ ബന്ധങ്ങളെ കുറിച്ചും പേരന്റിങ്ങിനെ കുറിച്ചും ഒക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് പ്രായോഗികമായിട്ടൊക്കെ ചിന്തിക്കാമല്ലോ. അപ്പൊ ഇന്ന് പ്രാരംഭമായിട്ട് നമ്മള് കേട്ട ആ വാക്യം നിങ്ങളുടെ ഹൃദയത്തില് നിങ്ങളത് ഓർക്കുന്നുവും കർത്താവിനോടുള്ള ഒരു നിർമ്മലവും ഏകാഗ്രവുമായിട്ടുള്ള ഒരു സ്നേഹം, ആ ഒരു ആദ്യ സ്നേഹം, അതിനായിട്ട് കർത്താവ് കൊടുത്തൊരു വില, നമ്മളെ സകല വിഗ്രഹങ്ങളിൽ നിന്നും മലിനതകളിൽ നിന്നെല്ലാം കഴുകാനായിട്ട് ചെറിയൊരു വിലയല്ല കർത്താവ് കൊടുത്തത്, കർത്താവിന്റെ രക്തത്തിന്റെ വില. നമ്മള് ഇപ്പോ ഒരു 10 രൂപ കൊടുത്തിട്ട് പേന വാങ്ങിക്കുവാണെങ്കിൽ ആ പേനയ്ക്ക് 10 രൂപയുടെ വിലയേ ഉള്ളൂ. എന്നാ കർത്താവ് നമ്മളെ വിലയ്ക്ക് വാങ്ങാനായിട്ട് എന്താ കൊടുത്തേ? കർത്താവിന്റെ രക്തത്തിന്റെ വില കൊടുത്ത്. അതാ നമ്മള് 1 പത്രോസ് 1-ന്റെ രക്തവും ആ വിലാപ്പുറത്ത് ബാക്കി ഉണ്ടായിരുന്ന കുറച്ച് രക്തം ഉണ്ടായിരുന്നു, അതും കൂടെ അങ്ങ് ചുരിഞ്ഞു കളഞ്ഞു. എന്തിനു വേണ്ടിയാ? എന്റെ മകന്, എന്റെ മകള്, നമ്മുടെ ഓരോരുത്തരുടെ പേര് അവിടെ നമുക്ക് ഇടാം. ആ സന്ദീപിനായിട്ട്, അല്ലെ ഇന്ന ആൾക്കായിട്ട്, ഇന്ന ആൾക്കായിട്ട്, ഇന്ന ആൾക്കായിട്ട്. കർത്താവ് എനിക്ക് വേണ്ടി വേറെ ആരും ഈ ലോകത്ത് പാപിയായിട്ടില്ലായിരുന്നെങ്കിൽ പോലും എനിക്ക് വേണ്ടി വന്ന് മരിക്കുമായിരുന്നു. അതാണ് കർത്താവിന്റെ സ്നേഹം. ആ ക്രൂസിലെ സ്നേഹത്തിന്റെ ആഴം ഏതൊരു നയാഗ്ര വെള്ളച്ചാട്ടത്തിന്റെ ആഴത്തെക്കാട്ടിലുള്ളതുമാണ്. ആ സ്നേഹത്തിന്റെ ആഴം, ആ സ്നേഹത്തിന്റെ ആഴം എന്ന പരിശുദ്ധാത്മാവ് നമ്മളെ ഇന്ന് കാണിക്കട്ടെ. കർത്താവിന് മുഖപങ്കജമെല്ലാം ആഞ്ഞടിച്ച് മുൾമുടി ഇതിന്മേൽ തറച്ച് അതിലാഞ്ഞടിച്ച് പുറവെല്ലാം മുതുകിനേക്ക് ഉഴുതുചാല് പോലെ ഉഴുതു യേശുവിന് മഹത്വം നമ്മൾ പാടി. ആരും സഹായമായില്ലാതെ പാരം വലഞ്ഞിടുന്ന വേളയില് നമ്മളെ തേടി വന്നൊരു സ്നേഹിതൻ, കർത്താവിന് കൂടാനുകൂടി ദൂതന്മാരുണ്ടായിരുന്നു തന്നെ ശുശ്രൂഷിക്കുവാനായിട്ട്. എന്നാ തന്റെ വാക്ക് അനുസരിപ്പാനായിട്ട് എത്ര ദൂതന്മാര് വേണമെങ്കിലും, എത്ര ലഗ്യൂൻ സൈന്യം വേണമെങ്കിലും ഉണ്ട്. എന്നാ കർത്താവിനുള്ള ഒരു സ്നേഹബന്ധത്തിനായിട്ട് അവിടുന്ന് എന്നെ സൃഷ്ടിച്ചു. എൻ്റെ മകൻ, എൻ്റെ മകള്, അവളുമായിട്ടുള്ള ഒരു സ്നേഹബന്ധം, അവനുമായിട്ടുള്ളൊരു നിർമ്മലമായിട്ടുള്ളൊരു സ്നേഹബന്ധം, വിവാഹം ചെയ്യപ്പെട്ട നിർമ്മല കന്യകയെ പോലെ നിർമ്മലവും ഏകാഗ്രവുമായിട്ടുള്ളൊരു ഭക്തി. ബാക്കി എല്ലാത്തിനെക്കാട്ടിലും കർത്താവിനെ സ്നേഹിക്കുന്ന ഒരു സ്നേഹം, അതിന് തടസ്സമായിട്ട് ഇന്ന് നമ്മളിലുള്ള നമ്മുടെ ആ ഒരു സ്വയജീവൻ, സ്വന്തം ഇഷ്ടം, അതെല്ലാം നമുക്ക് കർത്താവിന് മുമ്പാകെയിട്ട് പറയാം. കർത്താവെ, ഞാൻ ആരോടെങ്കിലും ക്ഷമിക്കാനുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ ക്ഷമിക്കുന്നു കർത്താവെ, അങ്ങനെ നിന്ന് ഞാൻ വെറ്റിക്കളയുന്ന ഈ ഒരു അക്ഷരം എന്റെ ജീവിതത്തിൽ വേണ്ട. ആരോടെങ്കിലും ഞാൻ ആരെങ്കിലും അറിഞ്ഞോ അറിയാതെയോ ഞാൻ പറഞ്ഞതോ പറയാത്തതോ ചെയ്തതോ ചെയ്യാത്തതോ കാര്യങ്ങളോ കൊണ്ട് ആരെങ്കിലും ഒരു മുറിവുണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ അവരോട് എത്രയും പെട്ടെന്ന് ഞാൻ ക്ഷമ ചോദിച്ചോളാം കർത്താവെ. കർത്താവെ, എനിക്ക് നല്ല മനസാക്ഷി വേണം, അങ്ങനെയായിട്ടുള്ള ഒരു സ്നേഹബന്ധത്തിലേക്ക് എനിക്ക് വരണം. കർത്താവിനെ നമ്മളിൽ നിന്ന് അകറ്റി കളയുന്ന എന്തെങ്കിലും കാര്യങ്ങൾ, എന്തെങ്കിലും പാപങ്ങളോ പാപ സ്വഭാവങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കർത്താവിനോട് നമുക്ക് ഏറ്റു പറയാം. കർത്താവെ, എന്നെ അങ്ങ് രക്ഷിക്കണേ കർത്താവെ, എന്നോട് ക്ഷമിക്കണേ, എനിക്കിനി പാപം ചെയ്യാൻ ആഗ്രഹമില്ല കർത്താവെ, എനിക്കായിട്ടല്ല, ഞാൻ അങ്ങേക്കായിട്ട് ജീവിക്കാം കർത്താവെ, അതിനായിട്ട് എന്നെ തന്നെ തരുന്നു. അവിടുന്ന് കർത്താവെ, ആ കുഞ്ഞാടിന്റെ രക്തം 7 തവണ ആ കൃപാസനത്തെങ്കിൽ തളിക്കപ്പെട്ടതുപോലെ അവിടുന്ന് 7 തവണ വിയർപ്പിലൂടെയും മുതുകിലൂടെയും തലയിലൂടെയും കൈയിലൂടെയും കാലുകളിലൂടെയും വിലാപ്പുറത്തിലൂടെയും ദേഹം മൊത്തം അടിയേറ്റ മുറിവുകളിലൂടെ എല്ലാം അവിടുന്ന് 7 തവണ സമ്പൂർണമായിട്ടും, 7 അപൂർണതയെ സൂചിപ്പിക്കുന്ന ഒരു സംഖ്യ, അപൂർണമായിട്ടും അവസാനത്തിലുള്ള രക്തവും എനിക്കായിട്ട് രക്തം ചൊരിഞ്ഞ എന്റെ പ്രാണനായകൻ. രക്തത്തിലാണ് ജീവനുള്ളത്, ആ രക്തത്തിലാണ് പ്രാണനുള്ളത്. നമ്മൾ ലേവ്യ പുസ്തകം 17-11 വായിക്കുന്നുണ്ട്. എന്നാൽ ആ പ്രാണൻ സമ്പൂർണമായിട്ടും എനിക്കായിട്ട് ഏൽപ്പിച്ചത് നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി സ്വന്തം ജീവനെ കൊടുക്കുന്നു, സ്വന്തം പ്രാണനെ കൊടുക്കുന്നു. കർത്താവ്
എനിക്കായിട്ട് തന്റെ പ്രാണനെ തന്ന് എന്നെ സ്നേഹിച്ച എന്റെ വീണ്ടെടുപ്പുകാരൻ. റൂത്ത് എന്ന് പറയുന്ന ഒരു ദരിദ്ര ബാലികയെ വീണ്ടെടുക്കാനായിട്ട് ആരും ഇല്ലായിരുന്നു. അവളൊരു ദരിദ്രയായിരുന്നു, വിധവയായിരുന്നു. എന്നാൽ ബോവാസ് എന്ന് പറയുന്ന ഒരു അടുത്ത ചാർച്ചക്കാരൻ അവളെ വീണ്ടെടുപ്പാനായിട്ട് വന്നു. ആ ബോവാസ് ആണ് നമ്മുടെ കർത്താവ്. നമ്മളെ റൂത്തിനെ പോലെ ഒരു ദരിദ്ര ബാലികയായിട്ട് ആരാലും വീണ്ടെടുക്കപ്പെടാനില്ലാതെ ആ ഒരു അധപ്പതിച്ച അവസ്ഥയിൽ, ശാപഗ്രസ്തമായ അവസ്ഥയിലായിരിക്കുമ്പോൾ ആ ശാപത്തെ എല്ലാം ഏറ്റെടുത്ത്, ഞാൻ നിനക്ക് വേണ്ടി ശാപമായി തീരുന്നു, ഞാൻ നിനക്ക് വേണ്ടി പാപമായി തീരുന്നു, പാപം അറിയാത്തവൻ ക്രൂശിൽ എനിക്ക് വേണ്ടി പാപമായിട്ട് തീർന്നു. ആ കർത്താവിനോടുള്ള സ്നേഹബന്ധം, ലളിതമായ സ്നേഹബന്ധം, സിമ്പിൾ പ്യോർ ഡിവോഷൻ ടു ക്രൈസ്റ്റ്. ഒത്തിരി കോംപ്ലിക്കേറ്റഡ് അല്ല. ഒരു ഭാര്യാഭർത്തൃ ബന്ധം പോലെ, ഒരു അപ്പന് മകനോടുള്ള ബന്ധം പോലെ സുതാര്യമായ, സുദൃഢമായ, നിത്യമായ സ്നേഹബന്ധം. കർത്താവിനോട് നമുക്ക് ഏറ്റു പറയും നമ്മുടെ സ്നേഹം. പോയി വിധങ്ങള്, ആ കുടത്തിലെ സുഷിരത്തിന് ആ ഓട്ടയിലൂടെ വെള്ളമെല്ലാം ചോർന്നൊലിച്ചു പോയല്ലോ. കർത്താവ് യാത്രയിൽ പണം പൊട്ടി എവിടെയോ മറന്നു വെച്ച് പോയല്ലോ. കർത്താവെ, ഇതാ വീണ്ടെടുക്കാനായിട്ട് ഞാൻ വരുന്നു, ഞാൻ ക്രൂസിലേക്ക് വരുന്നു, ഞാൻ വരുന്നു ക്രൂസിങ്കിൽ സാധുക്ഷീണപൂരുടൻ സർവവും എനിക്ക് ക്ഷേതാവും ഞാൻ ശരണം എൻ കർത്താവേ, വീണപ്പെട്ട കുഞ്ഞാടേ, താഴ്മയായി കുമ്പിടുന്നു, രക്ഷിക്കാം എന്നെ ഇപ്പോൾ. വാഞ്ചിച്ചു നിന്നെ എത്ര ദോഷൻ നിന്നിലെത്ര ഇമ്പമായി ചൊല്ലുന്നീശു, ഞാൻ കഴുകിടും നിന്നെ. ശരണം എൻ കർത്താവേ, വാഴ്ത്തപ്പെട്ട കുഞ്ഞാടേ, താഴ്മയായി കുമ്പിടുന്നു, രക്ഷിക്കാം എന്നെ ഇപ്പോൾ. മുറ്റും ഞാൻ തരുന്നീതാ ഭൂനിക്ഷേപം മുഴുവൻ, ദേഹം ഈ സമസ്തം എന്നേക്കും നിന്റേതു ഞാൻ. ശരണം എൻ കർത്താവേ, വാഴ്ത്തപ്പെട്ട കുഞ്ഞാടേ, താഴ്മയായി കുമ്പിടുന്നു, രക്ഷിക്കാം എന്നെ ഇപ്പോൾ. യേശുവൻ നിന്നാത്മാവേ നിറയ്ക്കുന്നു പൂർത്തിയായി, സുഖമിന്നും പൂർണ്ണമായി, മഹത്വം കുഞ്ഞാട്ടിന്. ശരണം എൻ കർത്താവേ, വാഴ്ത്തപ്പെട്ട കുഞ്ഞാടേ, താഴ്മയായി കുമ്പിടുന്നു, രക്ഷിക്കാം എന്നെ ഇപ്പോൾ. എന്നാശ്രയം യേശുവിൽ, വാഴ്ത്തപ്പെട്ട കുഞ്ഞാട്ടിൽ,
താഴ്മയായി കുമ്പിടുന്നു, രക്ഷിക്കും നീ പോലീശു. ശരണം എൻ കർത്താവേ, വാഴ്ത്തപ്പെട്ട കുഞ്ഞാടേ, താഴ്മയായി കുമ്പിടുന്നു, രക്ഷിക്കാം എന്നേ ഇപ്പോ. അതെ കർത്താവേ, ഞങ്ങള് താഴ്മയായിട്ട് കുമ്പിടുന്നു. സാധു, ക്ഷീണൻ, കുരുടൻ, സർവവും എനിക്ക് ഈ ലോകമെല്ലാം ചപ്പും കുപ്പയാണ് കർത്താവേ. ക്രിസ്തുവിനെ അറിയുന്നതിന്റെ അശ്രേഷ്ഠത, അതിനെ കാണുമ്പോൾ കർത്താവേ, അങ്ങേ അറിയുന്നതിന്റെ, അങ്ങയുടെ പരിജ്ഞാനത്തിന്റെ, യേശുവിനെ അറിയുന്നതിന്റെ ആ ശ്രേഷ്ഠത, അങ്ങയോടുള്ള നിർമ്മലവും ഏകാഗ്രമായിട്ടുള്ള ഒരു ബന്ധത്തിന്റെ ശ്രേഷ്ഠത കാണുമ്പോൾ കർത്താവെ, ലോകത്തിൻ്റെതായിട്ടുള്ള എല്ലാം ചപ്പും കുപ്പയായിട്ട് എണ്ണുവാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണം കർത്താവെ. അതെ കർത്താവെ, ഞങ്ങള് വിലയായിട്ട് വിലപ്പെട്ടതെന്ന് എണ്ണിയ കാര്യങ്ങളൊക്കെ ഇസഹാക്കായിട്ട് എബ്രഹാം കർത്താവെ മുറുകെ പിടിച്ചുകൊണ്ടുവരുന്ന കാര്യങ്ങളൊക്കെ അവിടുത്തെ മുമ്പാകെ ഞങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ സകല വിഗ്രഹങ്ങളാകട്ടെ, ഞങ്ങളുടെ സ്വയമാകുന്ന വിഗ്രഹങ്ങളാവട്ടെ, ഞങ്ങളുടെ ബന്ധങ്ങളാകട്ടെ, ഞങ്ങളുടെ പൊസഷൻസ്, വസ്തുവകളാകട്ടെ, എല്ലാം കർത്താവെ അവിടുത്തെ കാൽപാദത്തിങ്കല്, ലോഡ് യുവർ ലവ് ഡിമാൻഡ്സ് എവറിത്തിങ്. കർത്താവെ, അവിടുത്തെ സ്നേഹം എല്ലാം എല്ലാം കർത്താവെ ഡിമാൻഡ് ചെയ്യുന്നുവല്ലോ. ഞങ്ങളെ തന്നെ സമ്പൂർണമായിട്ട് ഒഴിച്ച് കർത്താവെ, ഒന്നുമില്ലായ്മയില് ഒരു പൂജ്യമായിട്ട് ഞങ്ങളെ തന്നെ താഴ്ത്തി അവിടുത്തെ കരങ്ങളിലേക്ക് തരുന്ന കർത്താവെ, ഞങ്ങൾക്ക് അങ്ങേ മാത്രം മതി. ഞങ്ങളെ ഇത്രയധികം സ്നേഹിച്ചുവല്ലോ കർത്താവെ. ആ നൊന്തും നീറിയും പിടഞ്ഞും ഒക്കെ അവിടുന്ന് രക്തം ചൊരിയുമ്പോൾ എന്നെ ഓർത്തല്ലേ കർത്താവെ. നന്ദി യേശുവേ. കർത്താവെ, ആ ഗത്സമന തോട്ടത്തില് വേർപ്പ് രക്തമായിട്ട് മാറിയപ്പോഴും, എന്റെ ഇഷ്ടം പോലെയല്ല പിതാവിന്റെ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞപ്പോഴും കർത്താവെ, അവിടുന്ന് എന്നെ അങ്ങ് ഓർത്തല്ലോ കർത്താവെ. എൻ്റെ മകന്, എൻ്റെ മകള്, ഈ ഈ കാലഘട്ടത്തിൽ, ഈ നൂറ്റാണ്ടിൽ ജീവിക്കാനിരിക്കുന്ന എൻ്റെ കുഞ്ഞ്, അവൾക്കായിട്ട്, അവനായിട്ട് ഞാൻ എൻ്റെ രക്തം ചൊരിയട്ടെ. അമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കത്തില്ല. നീ എൻ്റെ കയ്യിലെ വരയാണ്, ഉള്ളംകരത്തിൽ ഞാൻ നിന്നെ വരച്ചിരിക്കുന്നു. നിന്നെ എനിക്ക് അത്ര ഇഷ്ടമാണ് എൻ്റെ മോനെ, എൻ്റെ മോളെ. നിന്നെ ഞാൻ ലോകത്തിന് വിട്ടുകൊടുക്കാനുള്ളവനല്ല, ഉള്ളവളല്ല. നീ എൻ്റേതാണ്. ഐ ആം മൈ ബിലവേഡ്സ് ആൻഡ് മൈ ബിലവേഡ് ഈസ് മൈൻ. ഞാൻ എൻ്റെ പ്രിയനുള്ളവൾ, പ്രിയൻ എനിക്കുള്ളവൾ എന്ന് ഉത്തമഗീതത്തിലെ ആ പ്രണയിനി, ആ ശൂന്യകാരിന്റെ സ്ത്രീ പറയുന്നത് പോലെ, മണവാട്ടി പറയുന്നത് പോലെ കർത്താവെ, അവിടുന്ന് എന്നെ അവിടുത്തേതാക്കി തീർത്തുവല്ലോ. ഇനി ഞാൻ എൻ്റേതല്ലല്ലോ കർത്താവെ, വില കൊടുത്ത് വാങ്ങിയല്ലോ. ആ അവസാനത്തുള്ള രക്തവും ചിന്താനായിട്ട് വിലാപ്പുറവും ചങ്കും പിളർന്നു നൽകിയല്ലോ കർത്താവെ. അതെ കർത്താവെ, ആ രക്തത്താൽ ഞങ്ങളെ ഇന്നും ഒരിക്കൽ കൂടെ ഫ്രഷായിട്ട് കഴുകണം. അവിടുത്തെ ആ സ്നേഹം ഞങ്ങളിൽ വന്ന് നിറയട്ടെ. വലിയൊരു വെള്ളച്ചാട്ടമായിട്ട്, വലിയൊരു നദിയായിട്ട് കർത്താവെ, ഞങ്ങളെ ആ സ്നേഹം വന്ന് നിറയട്ടെ കർത്താവെ. ഞങ്ങളെ തന്നെ ഞങ്ങൾ തുറന്നു തരുന്നു. നമുക്ക് കർത്താവിന്റെ മുമ്പാകെ നമ്മളെ തന്നെ സമ്പൂർണ്ണമായിട്ട് സമർപ്പിച്ചുകൊണ്ട് നമ്മളെ തന്നെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളെയും കർത്താവിനായിട്ട് തുറന്നു കൊടുക്കാം. കർത്താവിന്റെ സ്നേഹത്തിന് അധീനതവല്ലാതെ നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും മേഖലകൾ ഉണ്ടെങ്കിൽ, നമ്മളുടെ ചിന്താജീവിതം, നമ്മളുടെ തീരുമാനങ്ങൾ, നമ്മളുടെ ആഗ്രഹങ്ങൾ, നമ്മളുടെ വികാരങ്ങൾ, നമ്മളുടെ മുഖഭാവങ്ങൾ, നമ്മളുടെ വാക്കുകൾ, നമ്മളുടെ പ്രവർത്തികൾ, നമ്മളുടെ നമ്മളുടെ നമ്മൾ പണം ചെലവഴിക്കുന്ന വിധം, നമ്മളുടെ സമയം ചെലവഴിക്കുന്ന വിധം, നമ്മൾ എന്ത് വായിക്കുന്നു, എന്ത് കേൾക്കുന്നു, എങ്ങനെ സമയം ചെലവഴിക്കുന്നു, എങ്ങനെ പെരുമാറുന്നു, നമ്മളുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ, നമ്മുടെ മോട്ടീവ്സ്, ഏതെങ്കിലും മേഖലകൾ കർത്താവിന് അധീനമായിട്ടില്ലെങ്കിൽ കർത്താവെ, എല്ലാ മേഖലകളും, എൻ്റെ ജീവിതത്തിന് എല്ലാ മേഖലകളും ഞാൻ അങ്ങേക്ക് തുറന്നു തരുന്നു കർത്താവെ. കർത്താവെ, എൻ്റെ ജീവിതം അങ്ങേക്കുള്ളതാണ് പൂർണ്ണമായിട്ടും. ഞാൻ വിലയ്ക്ക് വാങ്ങപ്പെട്ടവനാണ്. ഈ അടിമച്ചന്തയിൽ ഞാൻ അടിമയായിരുന്നപ്പോൾ കർത്താവെ, അവിടുന്ന് നല്ല യജമാനായിട്ട് വന്ന് കർത്താവെ, വില കൊടുത്ത് എന്നെ വാങ്ങി, എന്നെ വിട്ടയച്ചിരിക്കുന്നു ഫ്രീ ആയിട്ട്. എന്നാ ഈ കർത്താവെ, ഈ സ്നേഹമുള്ള യജമാനെ അല്ലാതെ ഞാൻ വേറെ എവിടെ പോകും? ഈ സ്നേഹിക്കുന്ന യജമാനെ വിട്ട് ഞാനിനി സ്വന്തം ഇഷ്ടപ്രകാരം പോയാൽ അതിനേക്കാളും അടിമത്തമായിരിക്കും കർത്താവെ. ആ പാപത്തിന് അടിമച്ചന്തയിൽ നിന്ന് അവിടുന്ന് എന്നെ വിലയ്ക്ക് വാങ്ങിയത്, അവിടുത്തെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിച്ചത്, ആ ന്യായപ്രമാണത്തിന്റെ അധീനതയിൽ നിന്ന് എന്നെ വിലയ്ക്ക് വാങ്ങിച്ചത് കർത്താവെ, അവിടുത്തെ രക്തം കൊടുത്തായിരുന്നല്ലോ. സ്നേഹനായകനെ, പ്രാണപ്രിയനെ, എൻ്റെ യേശുനായക, അവിടത്തേക്കായിട്ട് ഞാൻ എന്നെ തന്നെ തരുന്നു. അങ്ങോട്ടുള്ള ഒരു നിർമ്മലവും ഏകാഗ്രമായിട്ടൊരു ഭക്തി പരിശുദ്ധാത്മാവ് എന്ന് കർത്താവ് ഞങ്ങൾ ഓരോരുത്തരുടെ ഹൃദയങ്ങളെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങയ്ക്ക് മുമ്പാകെ ഞങ്ങൾ കർത്താവെ ഓപ്പൺ അപ്പ് ചെയ്യുന്നു. ദാഹത്തോടെ, വിശ്വാസത്തോടെ ഞങ്ങളുടെ ജീവിതത്തിന് എല്ലാ മേഖലകളും കർത്താവെ അങ്ങയ്ക്കായിട്ട് ഞങ്ങൾ തുറന്നു തരുന്നു കർത്താവെ. യേശുവേ, കർത്താവെ, അവിടുത്തെ ആത്മാവിനാൽ, പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ ഓരോരുത്തരും നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ.
ഞങ്ങളെ കർത്താവെ അങ്ങോട്ടുള്ള ഒരു സുദൃഢമായ ഒരു സ്നേഹബന്ധത്തിലേക്ക്, ആഴത്തിലുള്ള ഒരു സ്നേഹബന്ധത്തിലേക്ക്, എന്നെ സ്നേഹിക്കുന്നത് എന്നെ അനുസരിക്കുമെന്ന് അങ്ങ് പറഞ്ഞുവല്ലോ. ആ അങ്ങേ അനുസരിക്കുന്ന സ്നേഹത്തോടെ അങ്ങേ അനുസരിക്കുന്ന അവിടുത്തെ വചനങ്ങളെ പ്രമാണിക്കുന്ന മാതൃകയുള്ള ഒരു ജീവിതത്തിലേക്ക്, ഇതുവരെ ജീവിച്ച ഒരു ജീവിത നിലവാരമല്ലേ കർത്താവെ, ഇവിടെ കയറി വരിക എന്നൊരു ഉയർന്ന നിലവാരത്തിലേക്ക് അവിടെ ഞങ്ങളെ വിളിക്കുന്നുണ്ടല്ലോ. ഇതുവരെ ജീവിതത്തിൽ ആഴത്തിലുള്ള ഒരു ജീവിതത്തിലേക്ക് കർത്താവെ, ഈ ലോകത്തിലുള്ള പല കാര്യങ്ങളോടുള്ള കെട്ടുപാടുകളിൽ ഉടക്കി കിടക്കുന്ന ഒരു ജീവിതത്തിലല്ലല്ലോ കർത്താവെ, അങ്ങയോടുള്ള ഒരു സ്നേഹബന്ധത്തിന്റെ ആഴത്തില്, അങ്ങയോടുള്ള ആ ഒരു സ്നേഹച്ചങ്ങലകളാൽ, സ്നേഹച്ചരടുകളാൽ അങ്ങയോട് കെട്ടപ്പെട്ട ഒരു ജീവിതത്തിലേക്ക്, അങ്ങയ്ക്ക് മാത്രമായിട്ടുള്ള ഒരു ജീവിതത്തിലേക്ക് കർത്താവെ, ഞങ്ങളുടെ പ്രാണനായകന് മാത്രമായിട്ടുള്ള ഒരു ജീവിതത്തിലേക്ക് ഞങ്ങളതിനെ സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവെ, ഞങ്ങളെ മുദ്രവെക്കണമേ, ഈ സ്നേഹബന്ധത്തെ മുദ്രവെക്കണമേ കർത്താവെ. ഞങ്ങൾ ലോകത്തിനുള്ളവരല്ല, ഞങ്ങൾ ഞങ്ങൾക്കുള്ളവരുമല്ല, ഞങ്ങൾ അങ്ങയ്ക്കുള്ളവരാണ് കർത്താവെ. അങ്ങയ്ക്കായിട്ട് ജീവിപ്പാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണം. അതിനായിട്ട് ഞങ്ങളെ ബലപ്പെടുത്തണം. ഇനിയും വചനത്തിന് ആഴത്തിലേക്കുള്ള കർത്താവെ കാര്യങ്ങളെ ഞങ്ങൾക്ക് പറഞ്ഞു തരണം. ഇന്ന് തുടർന്നുള്ള സമയങ്ങളുമെല്ലാം ഞങ്ങൾക്ക് അനുഗ്രഹിച്ചു തരണം കർത്താവെ. ഞങ്ങളോട് ഹൃദ്യമായിട്ട് അവിടുന്ന് സംസാരിക്കണം. മരുഭൂമിയിൽ കർത്താവെ അവിടുന്ന് പ്രിയയോട് ഹൃദ്യമായിട്ട് മരുഭൂമിയിൽ നിന്ന് അയങ്കാട്ട് സംസാരിച്ചു എന്ന് പറയുന്നത് പോലെ കർത്താവെ, ഞങ്ങളെ വേറിട്ട് വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്, ഈ ഒരു കോൺഫറൻസിന്, ഈ ഒരു കൺവെൻഷൻ ഞങ്ങളെ വേറിട്ട് അല്പസമയം ഞങ്ങളെ വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്ന അങ്ങേക്ക് ഞങ്ങളോട് ഹൃദയമായിട്ട് സംസാരിക്കാൻ വേണ്ടിയാണല്ലോ. അതിനായിട്ട് ഞങ്ങളതിനെ ഏൽപ്പിച്ചു തരുന്നു. അവിടുത്തെ സ്നേഹത്താൽ ഞങ്ങളെ നിറച്ചതിനായിട്ട് നന്ദി പറയുന്നു. അദ്ദേഹത്തെ പൂർണ്ണഹൃദയത്തോടെ അങ്ങേ സ്നേഹിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. കർത്താവിനെ സഹായിച്ചാട്ട് നന്ദി കർത്താവെ, നന്ദി. ഞങ്ങളെ പ്രാർത്ഥന കേട്ടതിനെ സ്തുതിക്കുന്നു. എല്ലാം യേശു കർത്താവിന്റെ വിലയേറിയ മാതൃകയുള്ള നാമത്തിൽ ആമേൻ. ആമേൻ. നമുക്ക് എല്ലാവർക്കും ഇരിക്കാം. നമ്മള് ഇതുവരെ കേട്ടതായിട്ടുള്ള കാര്യങ്ങള് ഇത് ധ്യാനിക്കാം. ഈ ബ്രേക്ക് എടുക്കുന്ന സമയത്ത് തന്നെ ഞാൻ ഡോക്ടർ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ എന്റെ മനസ്സിലൂടെ പോയൊരു കാര്യം, ആദ്യത്തെ വാക്യം തന്നെ നമുക്കറിയാമല്ലോ, എന്താ, ക്രിസ്തു എന്ന നിർമ്മല പുരുഷന് വിവാഹനിശ്ചയം ചെയ്തിരിക്കുന്നത്, അല്ലെ? നമ്മളൊരു ഡീപ്പായിട്ടുള്ള ഒരു സ്നേഹബന്ധത്തെ കുറിച്ചാണ് പറഞ്ഞത്. ചിലപ്പോഴ് ഈ ചില പെൺപിള്ളാര് ഈ ടീനേജിലൊക്കെ പ്രേമം മൂത്തിട്ട്, അല്ലെങ്കിൽ ചില ആൺപിള്ളാർ പ്രേമം മൂത്തിട്ട് എന്തെങ്കിലുമൊക്കെ കടുകയൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യാന്ന് പറയുന്നത്, ചിലപ്പോഴൊക്കെ ഞാനൊക്കെ ആലോചിച്ചിട്ട് ഇങ്ങനെയൊക്കെ ആളുകൾ സ്നേഹിക്കുമോ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ അതിനേക്കാൾ ആഴമായിട്ടുള്ള ബന്ധത്തിലേക്കാണ് കർത്താവായ യേശുക്രിസ്തു നമ്മെ ക്ഷണിക്കുന്നത്, നമ്മെ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു വലിയ ബന്ധത്തില് നമുക്ക് ആയിരിക്കേണ്ടതുണ്ട്. പലപ്പോഴും പലരും യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, രക്ഷിക്കപ്പെടുക എന്നൊക്കെ പറഞ്ഞാല് ചെറിയ ഒരു നാമമാത്രമായിട്ടുള്ള ചില കാര്യങ്ങളാണ്, ചില ചെറിയ ഭൗതിക ലാഭങ്ങളും സ്നേഹവും സന്തോഷവുമാണ് എന്ന് തെറ്റിദ്ധരിച്ചിട്ട് നീങ്ങുന്നവരുണ്ട്. അവരാണ് പലപ്പോഴും വിശ്വാസത്തിൽ തളർന്നു പോകുന്നതും തകർന്നു പോകുന്നതും നിരാശപ്പെടുന്നതും ഒക്കെ. അപ്പൊ നമുക്ക് ഇതുപോലെ കുറച്ചും കൂടെ ആഴമായിട്ട് കർത്താവിനോട് ചേരുവാനും ലഭിച്ചിരിക്കുന്ന അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും, എനിക്ക് കർത്താവ് ഒന്നുകൂടെ ഈ 2026 ഒന്നുകൂടെ കർത്താവിനോട് അടുത്ത് കർത്താവിനെ കൂടുതൽ മനസ്സിലാക്കി ഉൾക്കൊണ്ടുകൊണ്ട് പോകണം എന്നുള്ള ഒരു തീരുമാനത്തോടു കൂടെ നമുക്കായിരിക്കാം. നമുക്കിപ്പോൾ ഒരു 10 മിനിറ്റ് നേരത്തേക്ക് ബ്രേക്കിന് പോവാം. അതിനുശേഷം തിരിച്ചു. ഓക്കെ, താങ്ക് യു.